നിങ്ങളുടെ നടുവിലായിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. നമ്മുടെ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. അവന് നിറഞ്ഞ സാന്നിധ്യം അനുഭവിക്കുന്നവരെല്ലാവരും കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ആദരണീയരായ ഒരുപാട് കർത്തൃഭൃത്യന്മാർ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു കൊച്ചു മെസ്സേജ് പറഞ്ഞ് സമയം ചുരുക്കമായതുകൊണ്ട് മറ്റൊരു കാര്യവും പറഞ്ഞ് ഞാൻ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നേരെ തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം, അതിൻ്റെ സ്തോത്രം 1-ാമത്തെ വേദവാക്യമാണ് നമ്മൾ ഇന്ന് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വേദവാക്യം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ പുച്ഛം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവവചനം ഇന്ന് നമ്മൾ തിരുവചനത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ഒരുപാട് പ്രവചന പുസ്തകങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും പഴയ നിയമത്തിലെ കാവ്യ പുസ്തകങ്ങൾ, യോബിൻ്റെ പുസ്തകം, ഉത്തമഗീതം, അല്ലേ, സങ്കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ പ്രവാചക പുസ്തകങ്ങളായി പറയപ്പെട്ടതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചക പുസ്തകമാണ് യെശയ്യാവിൻ്റെ പ്രവചനം. പുസ്തകങ്ങളിലെ സുവിശേഷങ്ങളിലെ സുവിശേഷം എന്നൊക്കെ ഇതിന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് യെശയ്യാ പ്രവചന പുസ്തകം ഇത്രയും വിലയേറിയതാകുന്നു എന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകനാണ് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ട പ്രവാചകൻ. യേശു ക്രിസ്തുവിൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്നും എപ്രകാരമായിരിക്കുമെന്നും വളരെ ആഴമായി പ്രവചിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ കൂടിയാണ് യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ 1-ാം അധ്യായം തുടങ്ങി 5-ാം അധ്യായം വരെ പ്രവാചകന്റെ പ്രവചനം മുഴുവൻ വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവചനമാണ്. തുടക്കം നമുക്കറിയാം. ആമേൻ. താൻ പറയുന്നുണ്ട്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും പിന്നെ ഉള്ള 2, 3, 4 അധ്യായങ്ങൾ പഠിച്ചു വരുമ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രവചന ശബ്ദം നമുക്ക് കേൾക്കാം. എന്നാൽ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ യെശയ്യാ പ്രവാചകന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. 6-ാം അധ്യായത്തിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറിലൂടെ തൻ്റെ ശുശ്രൂഷ മാറുന്നു, തൻ്റെ പ്രവചന ശബ്ദങ്ങൾ മാറുന്നു. ഞാൻ ഇന്ന് ഇവിടെയും ആത്മാവി പറയാം, ഒരു സാധാരണ ശുശ്രൂഷ ചെയ്തു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു അസാധാരണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നലെ പോകുന്നത് പോലെ പോയാൽ ഒക്കത്തില്ല. ഒരു എൻകൗണ്ടർ ഇന്ന് പകൽ ആവശ്യമാണ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അവൻ സാധാരണ നിലയിൽ പോകുന്നത് പോലെ നമുക്ക് പോകാൻ ഒരു പക്ഷേ ഈ പ്രവചനവും ഈ സാന്നിധ്യവും നമുക്ക് മതി. എന്നാൽ ഇതിനപ്പുറത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ചിലത് ചെയ്യണം, നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവസഭ, ദൈവമക്കൾ, ദൈവദാസന്മാർ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കൈ കെട്ടി ഇരിക്കത്തില്ല. അവർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പ്രസംഗത്തിൻ്റെ ഒടുവിലല്ല ദൈവ സാന്നിധ്യം ചലിക്കുന്നത്. ഈ ആരംഭം മുതൽ ഇതിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കുകയാണ്. ഞാൻ പ്രസംഗിക്കുന്നിടത്തല്ല എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടെയും പറയുന്നു. ഞാൻ അന്യഭാഷക്കെതിരല്ല, അന്യഭാഷ പറയുന്നതിൽ ഞാൻ വിരോധമല്ല. ഇത് പെന്തക്കോസ്ത് കൂട്ടായ്മയാണ്, ഇത് പെന്തക്കോസ്ത് പ്രസംഗമാണ്. അതുകൊണ്ട് ഇതിനകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ച് ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. മേൻപൊടിക്ക് 2 അന്യഭാഷ കൊണ്ട് തീർക്കരുത്. പട്ടണത്തിൽ ഭരിക്കുന്ന ചില അന്ധകാര വ്യാപാര ശക്തികൾ ഇന്ന് പകൽ നിർമൂലമാവേണ്ടതിന് ദൈവസഭ ഇന്ന് പകൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഒരട്ടം മുതൽ മറ്റിയട്ടം വരെ ആരാധിക്കാൻ ദൈവമക്കൾ ഇന്ന് പകൽ റെഡിയാകട്ടെ. അസാധാരണമായ ഒരു ദൈവമഹത്വം, ഒരു അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ എന്റെ ദൈവം പകരുന്നു.
Sabanagadagala, Regal Kadagadana, Halkanagadagatala, Adunabanagadal Kadagadala, Sabanagadagati, Halka Rabase, Rabantanada, Halkal Powda Banagagadana, in the Pagal Vela, what the encounter Rundagata, Deumahita, what the encounter Rundagata, encounter Rundagata, Yakobina, Yabok and Adikadabilvecha, what the encounter Rundagabole, Patmos in the Tibil, Yoganada, what the encounter Rundagabola, in the Bagal. ദൈവ സാന്നിധ്യത്തിൽ ചലിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഒരു ദൈവമായി ഇന്ന് പകൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പ്രാരംഭത്തിൽ ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ആമൻ ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അന്യഭാഷ പറയുന്നതിന് ഞാൻ എതിരല്ല. ഫോർട്ട് കൊച്ചിയിലെ ഞങ്ങളുടെ സഭ എതിരല്ല. ആമൻ. എന്ന് വെച്ചാൽ ഈ കാലഘട്ടങ്ങളിൽ നാം കേൾക്കുന്ന പല ചിന്തകളും നാം കേൾക്കുന്ന പല ആലോചനകളും അന്യഭാഷ തെറ്റാണ്, അന്യഭാഷ ആമൻ ശരിയല്ല, അന്യഭാഷ പറയരുത്, ആമൻ എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ കർണപുടത്തിൽ കേൾക്കുമ്പോൾ ഞാൻ പ്രാപിച്ച അഭിഷേകം ദൈവത്തിൽ നിന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സകല അന്ധകാര വ്യാപാര ശക്തികളോ മുട്ടുമടക്കുമാറ് ഇന്ന് പകല കരമടിച്ച് ചന്തൂട്ടത്തോടെ അന്യഭാഷ പറ. ഇല്ലെന്ന് ഇത് ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നതല്ല, ഞാൻ ഇത് ദൈവത്തിൽ നിന്ന് ഇന്ന് പകൽ പ്രാപിച്ചതാണ്. ആ വിശ്വാസമുള്ള ദൈവമക്കൾ അവയെ കരമടിച്ച് അല്പസമയം അന്യഭാഷ നിർത്തരുത്. ഇതാരും എന്നെ കെട്ടിയേൽപ്പിച്ചതല്ല, ദൈവത്തിന്റെ വിശ്വസ്തതയാ ദൈവം എന്നെ പകർന്ന ഒരഭിഷേകം അത്ര. അതുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിലൊന്ന് ആരാധിച്ച് ആത്മാവിൽ സ്തുതിച്ച് കരമടിച്ച് അല്പസമയം അന്യഭാഷ പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷകളാൽ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ മേൽ ചില രോഗസൗഖ്യങ്ങൾ, ചില രോഗത്തിന് വിടുതലുകൾ ഇന്ന് പകൽ ദൈവം പകരാൻ പോകുക. ഇന്നലെ വരെ എവിടേക്ക് കെട്ടിവെച്ചത്, ഇന്നലെ വരെ എവിടേക്ക് കെട്ടിവെച്ചത് ഇന്ന് പകൽ പൊട്ടി മാറട്ടെ. സിമിസോരെ കെട്ടിയ ചില കെട്ടുകൾ ചണധൂൽ പൊട്ടുന്നത് പോലെ പൊട്ടി മാറിയെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ചിലത് പൊട്ടട്ടെ. സനാഥാല ഹൽക്കാണ്ട തേലെ രേതേലെ ആരും ചുമ്മാ ഇരിക്കല്ലേ കേട്ടോ, ആരും വെറുതെ ഇരിക്കല്ലേ. നിങ്ങളുടെ അതരം ചലിച്ചുകൊണ്ടിരിക്കട്ടെ, അതരം ചലിച്ചുകൊണ്ടിരിക്കട്ടെ, അതരം ചലിച്ചുകൊണ്ടിരിക്കട്ടെ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ അവൻ അന്യഭാഷ സംസാരിക്കുന്നത്. അവൻ ആത്മാവിന്റെ മർമ്മങ്ങളെ അത്ര ഇന്ന് പകൽ പ്രസ്താവിക്കുന്നത്. ഓ റിഗാന്താല സേതലരെ ഹൽക്കനഗടക ജാലഗടക ദിനാരഗസി ഹത്തൽ പൗഡബൽ ഘടകക്ഷനാദല. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവചന പുസ്തകം 53-ാം അധ്യായത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഒരു സഫറിംഗ് ചാപ്റ്റർ ആണ്. യേശു കർത്താവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായം കൂടിയാണ് 53-ാം അധ്യായം. ആയതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. യെശയ്യാ 53-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 2 പ്രധാനപ്പെട്ട ചോദ്യം നമുക്കവിടെ കാണാൻ കഴിയും. 1-ാമത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ റിപ്പോർട്ട് ആർ വിശ്വസിക്കുന്നു? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രാവിലെ ഞാൻ ആ മെസ്സേജ് നിങ്ങളുമായി പങ്കുവെച്ചു. 1-ാമത്തെ ദൂത് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു? മനുഷ്യന്റെ റിപ്പോർട്ട് ആർ വിശ്വസിക്കുന്നു? ആമൻ. ദൈവത്തിന്റെ റിപ്പോർട്ട് ആർ വിശ്വസിക്കുന്നു? പിശാചിന്റെ റിപ്പോർട്ട് ആർ വിശ്വസിക്കുന്നു? ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രാവിലെ പ്രസംഗിച്ചത്. മനുഷ്യന്റെ റിപ്പോർട്ടുകൾ നിങ്ങളെ നിരാശപ്പെടുത്തും. പിശാചിന്റെ റിപ്പോർട്ടുകൾ നിങ്ങളുടെ അകത്ത് ഡിപ്രഷൻ കൊണ്ടുവരും. എന്ന ദൈവത്തിന്റെ റിപ്പോർട്ട് ഇന്ന് നിങ്ങളെ കൂട് പൊളിച്ച് പുറത്തു കൊണ്ടുവരും. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആമേൻ സ്തോത്രം, ഏകദേശം ആലപ്പുഴ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരനെ US എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ എൻ്റെ ഭാര്യ ഇവിടെ ഒരു ടെസ്റ്റ് നടന്നു. ആ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റൽ വിധി എഴുതി, എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്, അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, കീമോ ആരംഭിക്കണം എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളാണ്, വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 4-5 വർഷമേ ആയുള്ളൂ. ഒരു പൊടി
കുഞ്ഞുണ്ട്, ഭാര്യയ്ക്ക് ക്യാൻസറാന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയിരിക്കുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വരുന്ന വഴി ആലപ്പുഴയിലേക്ക് എത്തിയ സമയത്ത് അവർ മക്കളെ SI53:1 വാക്യമുണ്ട്, ദൈവത്തിന്റെ റിപ്പോർട്ട് എന്ന് വിശ്വസിക്കുന്നുവോ? മനുഷ്യന്റെ റിപ്പോർട്ട്, പിശാചിന്റെ റിപ്പോർട്ട് ഇന്ന് റിജക്ട് ചെയ്യാൻ ഒരുപറ്റം ദൈവമക്കൾ ഇന്ന് ഇതിനകം നടുവിൽ എഴുന്നേറ്റാൽ നിങ്ങൾ ഒരു അത്ഭുതം കണ്ട് ഇന്ന് പകൽ മടങ്ങുകയുള്ളൂ. അവൻ ഇന്നലെ വരെ നിങ്ങൾ കേട്ട സകല റിപ്പോർട്ടുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിലൊന്ന് കീറിക്കണം. തകർച്ചയുടെ റിപ്പോർട്ടല്ല, ഉടയുമെന്ന റിപ്പോർട്ടല്ല, ഞാൻ തീരുമെന്ന റിപ്പോർട്ടല്ല. കരമടിച്ച അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ചോണ്ട് പറ, ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന്റെ റിപ്പോർട്ടല്ല, മിശാന്റെ റിപ്പോർട്ടല്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഉളവാക്കി എനിക്ക് ജീവൻ തന്ന, എനിക്ക് ആയുസ് തന്ന എന്റെ ദൈവത്തിന്റെ റിപ്പോർട്ട് അത്രേ. ദൈവമക്കളെ, ഞങ്ങള് ഈ സുവിശേഷ വേലയിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സഭാ ശുശ്രൂഷ നിൽക്കുമ്പോൾ, ഈ ഇടവും വലവും കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ അത്ര നല്ല കാര്യങ്ങളല്ല. ഈ തിരുവല്ലക്കടുത്ത് നിന്ന് 2 ദിവസം മുമ്പ് ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോന് 10ാം ക്ലാസ്സിൽ എക്സാം എഴുതി, അവൻ നല്ല മാർക്കോടെ പാസ്സായി. അവന്റെ ഇടത് കൈയുടെ തട്ടിൽ ഒരു മുഴയുണ്ട്. ആ മുഴ കൊണ്ടുപോയി കീറി, അതിന് ബയോപ്സി എടുത്തു. അവന് ക്യാൻസറാണ്. 10ാം ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. ഒരു കൊച്ചു പയ്യൻ, അമ്മയും അവൻ മുത്തമ്മയും ഒക്കെ വീട്ടിൽ അലയടിച്ച് കരയുന്നു. ദൈവമക്കളെ, ഇടവും വലവും കേൾക്കുന്ന റിപ്പോർട്ടുകൾ അത്ര നല്ല റിപ്പോർട്ടല്ല. പക്ഷെ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ആത്മാവി പ്രഖ്യാപിച്ചു പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയ സകല റിപ്പോർട്ടുകളും ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യാ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്തിനാ ദൈവീ അഭിഷേകം തന്നത്, എന്തിനാ ഈ ശക്തി തന്നത്, എന്തിനാ ദൈവം നിറച്ചത്? ഇങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും കേട്ട് ഭയപ്പെടാനല്ല, പകരം അതിന്റെ മീതെ കയറി നിന്ന് ഇന്ന് പകൽ വിജയിച്ച കർത്താവിനെ ഒന്ന് ഉയർത്താനത്രേ. എല്ലാ നിരാശകളും മാറണം, എല്ലാ ഡിപ്രഷനുകളും മാറട്ടെ. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം 1-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, അവൻ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു? ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റോ? ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു? കരം ഉയർത്തിക്കൊണ്ടവര, ആ യഹോവയുടെ ഭുജം എനിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഉറക്കെ പറ. യഹോവയുടെ ഭുജം എന്റെ കുടുംബത്തിന് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവയുടെ ഭുജം എന്റെ സഭയ്ക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവയുടെ ഭുജം എന്റെ ദേശത്ത്, എന്റെ തലമുറകളിൽ, എന്റെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കേണ്ടത് യഹോവയുടെ ഭുജത്തെ കുറിച്ചാണ്. ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ഇത് പ്രസംഗിച്ച് തീരുന്നതിന് മുൻപ് ഈ യഹോവയുടെ ഭുജം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരൊക്കെ സ്തുതിച്ചോ. ഈ യഹോവയുടെ ഭുജം നിന്റെ തലമുറകളുടെ മേൽ അത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഈ യഹോവയുടെ ഭുജം നിന്റെ ജോലി സ്ഥലത്ത് അത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഈ യഹോവയുടെ നിന്റെ ബിസിനസ് മേഖലകളിൽ ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ അഭിഷിക്തനെ, നിന്റെ ശുശ്രൂഷയിൽ ഈ യഹോവയുടെ ഭുജം ഇന്ന് പകൽ വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ആ യഹോവയുടെ ഭുജം, ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ആ യഹോവയുടെ ഭുജം, ഇന്നലെ വരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആ യഹോവയുടെ ഭുജം ഇന്ന് പകൽ വെളിപ്പെട്ടു വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ഭുജത്തിന്റെ കുടുംബത്തിൽ ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വിചാരമണ്ഡലങ്ങൾ, മന്ത്രവാദ ശക്തികൾ ഇന്ന് പകൽ അഴിയപ്പെടേണ്ടതിന്, ദുരാത്മ വ്യാപാരങ്ങൾ ഇന്ന് പകൽ അഴിയപ്പെടേണ്ടതിന് വിശ്വസിക്കുന്നവർ ഈ കരം കൂട്ടിയടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ച് അവൻ വിശ്വസിച്ചു പറ, ഈ യഹോവയുടെ ഭുജം ദൈവം നിനക്ക് വെളിപ്പെടുത്തുന്നു.
ഈ ആലയത്തിനകത്ത് ആ പുച്ഛം ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. ഈ ആലയത്തിന്റെ നടുവില് ആ പുച്ഛം വെളിപ്പെടാൻ പോകുക. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിച്ചു. ഇന്നലകളിൽ ഇല്ല, ഇത് നടക്കത്തില്ല, ഇത് സംഭവിക്കില്ല എന്ന് വിധി എഴുതിയ സകല വിധി എഴുത്തുകളോ ഈ പകൽ മാറ്റി ആ പുച്ഛം ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടുന്നു. പ്ലീസ് പ്ലീസ്, ആരും അടങ്ങിയിരിക്കല്ലേ, ആരും അനങ്ങാതിരിക്കല്ലേ. തമ്പുരാന്റെ സ്കര ഇന്ന് മകൾ ചലിക്കുക. അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവനായ ദൈവം മാറത്ത് പൊൻകച്ച കെട്ടിയ വെള്ളോട്ടിന് സദൃശനായ പാദമുള്ളവനായ തമ്പുരാന്റെ സാന്നിധ്യം ഈ പകൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നു. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ചു നന്ദി പറ. Sanatala ragadala ramada remsetele regedele alkanatala raganatala resetele regedele അന്യഭാഷ മാറട്ടെ, അന്യഭാഷകൾ മാറട്ടെ, അന്യഭാഷകൾ മാറട്ടെ. ഭാഷകളുടെ വ്യാഖ്യാനം, ഭാഷകളുടെ വ്യാഖ്യാനം അതരങ്ങളിൽ വെളിപ്പെടട്ടെ. ഇന്നലെ പറഞ്ഞ അന്യഭാഷയല്ല, പുതിയ ഭാഷകൾ ഇന്ന് മകൾ ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. രസതേലേ ഉടിഭിനിതേലേ അതനരഗസദല ഓരോരുത്തരുടെ മേലും, ഓരോ ദൈവപുത്രന്മാരുടെ മേലും, ഓരോ ദൈവദാസന്മാരുടെ മേലും ആ നിറഞ്ഞ സാന്നിധ്യം ഇന്ന് മകൾ വ്യാപരിക്കട്ടെ. ഇത് അസാധാരണ ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയോട് അളവറ്റ വലിപ്പം, അളവറ്റ വലിപ്പം ഈ പകൽ വ്യാപരിക്കുന്നു, ഈ പകൽ വ്യാപരിക്കുന്നു, ഈ പകൽ വ്യാപരിക്കുന്നു. എവിടേക്കെയോ ചില കെട്ടുകൾ അടിയുന്നു, എവിടേക്കെയോ തലമുറകൾക്കെതിരെ, തലമുറകൾക്കെതിരെ ശത്രു കെട്ടിവെച്ചത് ഈ പകൽ അഴിയുന്നു, ഈ പകൽ അഴിയുന്നു. രസതേലെ റിപിനികതല ഉഡജനതല രസതേലകലെ ഉഡിപിനികതെ സിദിനിതല അൽകനതല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനം ഫ്രീ ആകട്ടെ, ജനം ഫ്രീ ആകട്ടെ, ജനം ഫ്രീ ആകട്ടെ, ജനം ഫ്രീ ആകട്ടെ. ആത്മാവിൽ, ആത്മാവിൽ ഫ്രീ ആകട്ടെ. രോഗശക്തികൾ ഇന്ന് മകൾ അടിയട്ടെ, രോഗബന്ധനങ്ങൾ ഇന്ന് മകൾ പൊട്ടട്ടെ. ആത്മാവിൽ കുതിക്കട്ടെ, ആത്മാവിൽ കുതിക്കട്ടെ. Sanatala gadala manara origam thala basetelade alkanagadaga jalagadagana udamanagadagana biri biri belama alkanagadaga jalagadagana sabhanara gadala reketele rekete udajanatala reketele setele atanatala bana udajanatala ribana katala ribinitala sudajanatala alkanatala uttana abhishekata pudiya talamura തലമുറയുടെ മേൽ ഒരഭിഷേകം വീഴട്ടെ. ഈ യവനക്കാരുടെ മേൽ ഒരഭിഷേകം ചലിക്കട്ടെ. ഈ യവനക്കാരുടെ മേൽ ഒരഭിഷേകം ചലിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരഭിഷേകം ചലിക്കട്ടെ. ഓരോ ദൈവപുത്രന്മാരുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ നിറവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ കൈവപ്പിനാൽ കൃപാവരങ്ങൾ ചൊലിക്കട്ടെ, കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. കൈവപ്പിനാൽ കൃപാവരങ്ങൾ ചൊലിക്കട്ടെ. പണ്ടത്തതുപോലെ ഒരു ദൈവകൃപ ഈ പകൽ ചലിച്ചു തുടങ്ങട്ടെ. രണ്ട് ചോദ്യമാണ്. ഒന്ന് ദൈവത്തിന്റെ റിപ്പോർട്ട്,
രണ്ടാമത്തത്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു? കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ഏതാണ് ഈ യഹോവയുടെ ഭുജം? ആമേൻ. അതിന്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അങ്ങനെയാണെങ്കിൽ 53-ന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് ആ യഹോവയുടെ ഭുജം എന്ന് പറഞ്ഞ ആരാന്നറിയണ്ടേ? കോമളത്വം ഇല്ലാതിരുന്ന, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീർന്ന, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അടിക്കപ്പെട്ട, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട, കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാനാണ് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, ആ ഭുജം ഈ സഭക്കകത്ത് വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നവരാ മെമ്പർ, ആ ഭുജം ഈ പട്ടണത്തിൽ വെളിപ്പെടാൻ പോകുക. ഈ തിരുവല്ല പട്ടണത്തിൽ ആ യഹോവയുടെ ഭുജം ഈ പകൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാ മെമ്പർ. ദൈവമക്കളെ, 2 വാക്യങ്ങൾ ആ വാക്യത്തിനകത്ത് എടുത്തു പറയാം. ഒന്ന്, വേദപുസ്തകത്തിനകത്ത് കരം എന്നും ഭുജം എന്നും 2 വാക്കുണ്ട്, 2 പദങ്ങൾ പുസ്തകത്തിനകത്തുണ്ട്. യഹോവയുടെ കരം യെഹെസ്കേലിന്റെ മേൽ വന്നു, യഹോവയുടെ കരം ദാനിയേലിന്റെ മേൽ വന്നു, യഹോവയുടെ കരം അവൻ എന്ന് വാക്യമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് ഈ കൈപ്പത്തി പോലെ ഒന്നാണ് ദൈവത്തിന്റെ കരം. ഇവിടത്തെ ഒരു പാർട്ടിയുടെ ചിഹ്നമാണ് ആ കരം, അല്ലെ? ഇതാണ് യഹോവയുടെ കൈ എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിനകത്ത് ആമൻ ഭുജം എന്ന് പറയുന്നത് ഈ കരമല്ല, പകരം ഈ ഷോളർ മുതൽ താഴത്തേക്കുള്ളതിനാണ് ഭുജം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാ, ഇത് ഭുജമല്ല, ഇത് കരമാണ്. ഭുജം എന്ന് പറയുന്നത് എന്റെ ഷോളർ മുതൽ താഴേക്കുള്ള ഈ ഭാഗത്തിന് ഇത് ആം ഓഫ് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാ ഭുജം. ബൈബിള് പറയുക, ഇന്ന് പകൽ നിനക്കൊരു കരമല്ല വെളിപ്പെടുന്നത്, ഒരു ഭുജമാ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയാ, ഒരു കൈ എന്ന് പറഞ്ഞാൽ സ്തോത്ര, അത് ഒരു അല്പമായ വിടുതലെ കാണിക്കുന്നു. എന്ന ഭുജം എന്ന് പറയുന്നത് ഒരു വ്യക്തി പ്രഭാവത്തെ കാണിക്കുന്നു. ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിച്ചു പറയുന്നു, ഈ മീറ്റിംഗിന്റെ നടുവിൽ ആ ഭുജം വെളിപ്പെടുത്താൻ പോകുകയാണ്. വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്ക്. എന്താണ് ആ ഭുജത്തിന്റെ പ്രത്യേകത? ആ ഭുജം ഇന്ന് ചിലതിനെ ഒടിച്ചു കളയുക, ആ ഭുജം ചിലതിനെ പണിയാൻ തുടങ്ങുക, ആ ഭുജം ചിലതിനെ വലിച്ചെടുക്കാൻ തുടങ്ങുക. ആരുടക്കിയ ദൈവം പറയുന്നു, നഷ്ടപ്പെട്ടു പോയ പലതും നിനക്ക് മടക്കി തരാൻ ആ ഭുജത്തിന് ശക്തിയുണ്ട്. ദൂത് സ്വീകരിക്കണം, ദൂത് സ്വീകരിക്കണം, ദൂത് സ്വീകരിക്കണം. കൈയടിച്ചോ, അന്യഭാഷ പറഞ്ഞോ, ആത്മാവിൽ ആരാധിച്ചോ, നിങ്ങൾ ആ ദൂതിനെ സ്വീകരിക്കുക. എനിക്ക് ആ വാക്യം ഒരേ കൂടി ഇഷ്ടപ്പെട്ടു. അവിടെ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് വെച്ചാലേ ഇത് ദൈവം വെളിപ്പെടുത്തുന്നതാ, ഇത് റിലീവ് ചെയ്യുന്ന കാര്യമാ. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ ഭുജത്തെ കുറിച്ച് നാം അറിയുന്നതിന് മുൻപ് ഇതൊരു വെളിപ്പാടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇത് അക്ഷരാർത്ഥത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഈ ഭുജത്തെ കാണാൻ കഴിയത്തില്ല. ഇത് വെളിപ്പാടിൽ കാണാൻ ഇന്ന് പകൽ ദൈവം കൃപ ചെയ്യട്ടെ. ഞാന് അഭിഷിക്തനെ ഈ ചിലരും കളിയാക്കി നിന്ദിക്കുകയൊക്കെ ചെയ്യുമ്പോ ഞാനിത് പറയാറുണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിത അനുഭവം എന്ന് പറയുന്നത് സ്തോത്രം, ഇത് പുറമെ കാണാനും പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിലും അവർക്ക് നിന്ദിക്കാനും അപമാനിക്കാനും ഒക്കെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഇത് വെളിപ്പാടുള്ളവനെ മനസ്സിലാകും, അല്ലെ?
കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പിതാവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തി എന്ന വാക്ക് എനിക്ക് ഇഷ്ടമാ. ഇതൊരു വെളിപ്പാടാ. പുതിയ നിയമ ശുശ്രൂഷ ഒരു വെളിപ്പാടാ. ഹല്ലേലൂയ. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കളായ നമുക്ക് ഇത് വെളിപ്പെട്ടു വന്നു. ആ വെളിപ്പാട് കണ്ടു വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ വെളിപ്പാട് നിന്ന് വേണം ഇന്ന് ഉറക്കെ ആമേൻ പറയാൻ. അതുകൊണ്ടാണ് പത്രോസിനെ നോക്കി യേശു പറഞ്ഞത്, പറയുവാനാ സീമോനെ, നീ ഭാഗ്യവാൻ. ഇത് ജഡരക്തമല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, എന്റെ സ്വർഗീയ പിതാവത്രേ. അങ്ങനെയാണെങ്കിൽ ആ വെളിപ്പാട് കിട്ടിയ ദൈവമക്കൾ കരമടിച്ചിന്ന് പകൽ ആരാധിക്ക്. ആ പുച്ഛം ഇന്ന് പകൽ ഒരു വെളിപ്പാടായി ഞാൻ കാണുകയാണ്. ഒരു ദർശനമായി ആ വെളിപ്പാട് കാണുകയാണ്. ഒരു അസാധാരണമായ ഒരു വലിയ റിവൈവലായി. പറ്റുമെങ്കിൽ നിങ്ങൾ അടുക്കൽ ഇരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി കൈ കൊടുത്ത് ഒന്ന് ആത്മാവി പറ, ഈ പകൽ നിനക്ക് വേണ്ടി ആ പുച്ഛം വെളിപ്പെട്ട് വരാൻ പോകുക. ഒന്ന് പറഞ്ഞേ ആത്മാവിൽ ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്ത് പറ, യഹോവയുടെ പുച്ഛ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആ യഹോവയുടെ പുച്ഛ നിന്റെ കൂടാരത്തിനകത്ത് ഇന്ന് വെളിപ്പെട്ട് വരാൻ പോകുക. നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളുടെ മേൽ ആ പുച്ഛം വെളിപ്പെടാൻ പോകുക. അസാധ്യമെന്ന് പറഞ്ഞ ആ വിഷയത്തിന് മേൽ യഹോവയുടെ പുച്ഛ ഇന്ന് വെളിപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ പുച്ഛം എന്തൊക്കെ ചെയ്യും, ആ പുച്ഛം എവിടെയൊക്കെ വിടുതൽ അഴക്കും എന്ന് ആത്മാവിലൊന്ന് പറഞ്ഞ് എനിക്ക് തന്ന സമയത്തിനകത്ത് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു അനുഭവ സാക്ഷ്യം എന്നെ ഒരുപാട് ബലപ്പെടുത്തിയത് കൊണ്ട് ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ആ സാക്ഷ്യം അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ ഒരു ചരിത്രമൊന്ന് തൊട്ട് നമുക്ക് വേഗത്തിൽ മെസ്സേജിലേക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു ദൈവദാസനാണ് സ്മിത്ത് വിഗൽസ്വർത്ത് എന്ന് പറയുന്ന അനുഗ്രഹീത ദൈവദാസൻ. റെക്കോർഡായിട്ട് 16 ശവശരീരങ്ങളെ മരിച്ച ഡെഡ് ബോഡി എഴുന്നേൽപ്പിച്ച ആത്മാവിന്റെ ശുശ്രൂഷകൻ. 25 വർഷം ഒരു പാറക്കെട്ടിനകത്തും അടച്ചിട്ട വീട്ടിനകത്തും ഇരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്ത ഒരു അനുഗ്രഹീത ദൈവദാസൻ. കരമുയർത്തുരാമൻ പറയാൻ പറ്റുമോ? ഞാൻ ഒന്നുകൂടി ഒന്ന് കയറ്റി പറയാം കേട്ടോ. സ്മിത്ത് വിഗൽസ്വർത്തിന്റെ കാലത്ത് മാത്രമല്ല അത്ഭുതം നടക്കുന്നത് ഈ കാലഘട്ടത്തിലും അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം മരിച്ചിട്ടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഒരാമേ പറ. ഹല്ലേലൂയ. ആ കർത്തൃഭൃത്യന്റെ മകൾ, ആ സ്മിത്ത് വിഗൽസ്വർത്തിന്റെ മകളുടെ കെട്ടിയാനാണ് സെൽട്ടൻ എന്ന് പറയുന്നത്. ആമേൻ. സെൽട്ടൻ എന്ന് പറയുന്ന അനുഗ്രഹീത ഒരു ദൈവ മനുഷ്യൻ. തനിക്കൊരു കൂട്ടുകാരനുണ്ട്, തൻ്റെ പേര് ബർട്ടൺ എന്നാണ്. സെൽട്ടനും ബർട്ടനും. സെൽട്ടനാണ് സ്മിത്ത് വിഗൽസ്വർത്തിന്റെ മരുമകൻ എന്ന് പറയുന്നത്. അവർക്ക് ദൈവം ഒരാത്മാവിന്റെ ഒരു ദർശനം കൊടുത്തു. ആ വെളിപ്പാട് ഇതാണ്: ആഫ്രിക്കയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യണം, ആഫ്രിക്കയിൽ പോയി സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ സെൽട്ടനും ബർട്ടനും ഒരുമിച്ച് ആത്മാവിൽ ശുശ്രൂഷ ചെയ്യാൻ ആമേൻ ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ ഒരു യൗവനക്കാരൻ പറഞ്ഞു, ഞാനും വരുന്നുണ്ട്. തന്നെയും കൂട്ടി താനും പുറപ്പെട്ടു. കുറച്ച് എന്നപ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പച്ചനും കൂടി അവൻ ആഫ്രിക്കയിൽ എത്തിയപ്പോൾ അവിടത്തെ വരൾച്ചയും അവിടത്തെ പ്രതിസന്ധിയും കാരണം വാർദ്ധക്യമുള്ള അപ്പച്ചൻ മടങ്ങിപ്പോന്നു. യൗവനക്കാരനും പിടിച്ചു നിൽക്കാൻ കഴിയാതെ മടങ്ങിപ്പോന്നു. സെൽട്ടനും ബെൽട്ടനും അവർ ഒരുമിച്ച് കർത്താവിന്റെ വേല ആരംഭിച്ചു. മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ആഫ്രിക്കയിലെ ഒരു കൊതുക് സെൽട്ടനെ കുത്തിയത് നിമിത്തം തന്റെ ശരീരത്തിൽ അകാരണമായ ഒരു പനി പിടിക്കപ്പെട്ടു. ആ പനി ഉണ്ടല്ലോ മാറാവ്യാധിയായി മാറി. ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊച്ചു കൂടാരത്തിനകത്ത് മരണത്തോട് മല്ലടിക്കാൻ തുടങ്ങി സെൽട്ടൻ എന്ന് പറയുന്ന യൗവനക്കാരൻ. ആമേൻ. ബെൽട്ടന് മനസ്സിലായി
ഒരുമിച്ച് ആഫ്രിക്ക സന്ദർശിച്ച എന്റെ കൂട്ടുകാരൻ ആഫ്രിക്കയിൽ മരിച്ചു വീഴാൻ പോകുന്നു. ഒരു കൊച്ചു കൂടാരത്തിനകത്ത് തന്നെ മാറ്റിക്കിടത്തി അപ്പുറത്തെ കൂടാരത്തിനകത്തിരുന്ന് ബെൽട്ടൺ ആത്മാവി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും, ഒരാൾ മരണത്തെ മരണത്തോട് മല്ലടിക്കുന്നു, മറ്റൊരു സഹോദരൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം ഇവരെ അറിയാത്ത, ഇവരെവിടെ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരമ്മച്ചി ബ്രിട്ടനിൽ ആയിരിക്കുമ്പോൾ അവൻ രാത്രി ഉറങ്ങുന്ന അമ്മച്ചിയെ ആത്മാവ് തട്ടി ഉണർത്തുന്നു. അമ്മച്ചോട് കർത്താവ് പറയുന്നു, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയാതെ ഈ അമ്മ എഴുന്നേറ്റിരുന്ന് അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷക്കകത്ത് ഒരു പേര് ദൈവാത്മ വെളിപ്പെടുത്തി. സെറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മച്ചി പറഞ്ഞു, കർത്താവേ, ആരെന്ന് എനിക്കറിയത്തില്ല, ഈ വ്യക്തി ആരെന്നറിയില്ല, പക്ഷെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടനെ ഈ അമ്മച്ചിയോട് ദൈവം പറയുക, എന്റെ പുച്ഛം അവന്റെ മേൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം പ്രാർത്ഥിച്ചോ, ഇന്ന് പകൽ അത് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. അമ്മച്ചി പറഞ്ഞു, കർത്താവേ, സെൽട്ടൻ എവിടെയാണ് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു, യഹോവയുടെ പുച്ഛം അവന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ബ്രിട്ടനിൽ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയാണ്. ആ പബ്ലിക് കോൺഫറൻസിൽ ആഫ്രിക്കയിൽ നിന്ന് 2 ദൈവദാസന്മാർ വന്നിട്ടുണ്ട് വചനം പ്രസംഗിക്കേണ്ടതിന്. ആ പ്രസംഗം കേൾക്കാൻ ആ പ്രിയ മാതാവ് നിങ്ങൾ ഇരിക്കുന്ന പോലെ ആ ചെയറിൽ ഇരിപ്പുണ്ട്. അമ്മച്ചി പ്രസംഗം കേൾക്കാൻ ഇരിക്കുമ്പോൾ അധ്യക്ഷൻ പറയുന്നു, നമുക്കിന്ന് 2 ദൈവപുത്രന്മാരുണ്ട്. അവർ ആഫ്രിക്ക എന്ന് വന്നതാ. ഒരാൾ സെൽട്ടൻ, മറ്റാള് ബ്രിട്ടൻ. ഉടനെ അമ്മച്ചി ചാടി എഴുന്നേറ്റിട്ട് സ്റ്റേജിൽ ഇരിക്കുന്ന സെൽട്ടനോട് പറഞ്ഞു, മോനെ, അമ്മച്ചി ഒരു കാര്യം ചോദിച്ചോട്ടെ. അമ്മച്ചി ചോദിക്കുന്ന ചോദ്യം ഇതാ, മോൻ ഡയറി എഴുതാറുണ്ടോ? അമ്മച്ചി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ എല്ലാ ദിവസവും നിന്റെ വിഷയം ഡയറിയിൽ എഴുതുമോ? എഴുതും. കയ്യിൽ ഡയറി ഉണ്ടോ? ഉണ്ട്. തുറക്കല്ലേ, ഞാൻ പറയുന്നത് കേട്ടിട്ട് തുറക്കാവൂ. ഇന്ന ദിവസം ഇത്രാം തീയതി ഇന്ന മാസം ഇത്ര മണിക്ക് ഞാൻ ബ്രിട്ടനിലായിരിക്കുമ്പോൾ ഉറക്കത്തിൽ ആത്മാവിനെ തൊട്ടി ഉണർത്തി അന്യഭാഷ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സെൽട്ടൻ എന്നൊരു പേര് ദൈവം തന്നു. ഒരു പുച്ഛം അവനെ തൊടുമെന്ന് പറഞ്ഞു. ആ ദിവസം നിന്നെ ആ പുച്ഛം തൊട്ടിരുന്നു. ഉടനെ സെൽട്ടൻ വാവിട്ട് കരയാൻ തുടങ്ങി. ആ ഡയറി തുറന്ന് അമ്മച്ചു പറഞ്ഞ സമയം വ്യക്തമായി പറഞ്ഞിട്ട് പറഞ്ഞു, ആമൻ, മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അന്ന് ഞാനൊരു കാഴ്ച കണ്ടു. എന്റെ മുറിക്കകത്ത് ഒരു വെളിച്ചം ഇറങ്ങി വരുന്നു. എന്റെ ശരീരം ഐസ് പോലെയായപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കരം ഇറങ്ങി വന്ന് എന്നെ തൊട്ടു. ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് പകൽ ഇത് ഊഹാപോഹമല്ല. ദൈവം ഇന്ന് നിനക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ ഈ ദൈവത്തെ ആരാധിച്ച് നിന്റെ തലമുറ ഏത് ദേശത്താണേലും, നിന്റെ കുഞ്ഞുങ്ങൾ ഏത് പട്ടണത്തിലാണേലും, ആ പട്ടണത്തിലേക്ക്, ആ ദേശത്തിലേക്ക് ആ യഹോവയുടെ പുച്ഛം ഇന്ന് പകൽ ഇറങ്ങി വരും. ഉടൽ ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചർച്ചിൽ ഈ വിഷയം പ്രസംഗിച്ചതിന് ശേഷം ഇത് ലൈവ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തവും ക്ലിയറായും പറയുക, ലൈവിലുള്ളവർക്ക് മനസ്സിലാകാൻ. എൻ്റെ ചർച്ചിലെ സന്തോഷ് സെൻഡില എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഒരു വിഷയം പറയാനാ വന്നേ. എന്നാ പറ്റി? എൻ്റെ ഒരു ബ്രദർ കുവൈറ്റിലുണ്ട്. അതിന് എന്റെ അനുജൻ വർക്ക് ചെയ്യുന്ന കുവൈറ്റി എന്തോ ഒരു കള്ള കേസിൽ പിടിക്കപ്പെട്ടു. തന്റെ സ്പോൺസർഷിപ്പിലാണ് എന്റെ അനിയനും 10 പേരും. ആമേൻ, അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. പക്ഷേ ഇവരുടെ പാൻ കാർഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 10 പേരെ പിടിച്ച് ജയിലിലിട്ടു.
ആമേ കോടതി ചെല്ലാനൊക്കുന്നില്ല, കാണാനൊക്കുന്നില്ല. പാസ്റ്റർ പ്രസംഗിച്ചില്ലേ ആ പുച്ഛം വെളിപ്പെടുമെന്ന്? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ കർത്താവേ, ഞാൻ താൻ അന്യായം ചെയ്തിട്ടുണ്ടോ? അന്യായമൊന്നും ചെയ്തിട്ടില്ല, താൻ നിരപരാധിയാ. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും, ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു, ഞങ്ങൾ ചർച്ചിനകത്ത് യവനക്കാർ കൂടി മണിക്കൂറുകൾ അന്യഭാഷ പറഞ്ഞ ദൈവത്തെ ആരാധിക്കും, അന്യഭാഷയിൽ ആരാധിക്കും. അങ്ങനെ ആരാധിച്ചപ്പോൾ എന്താ ഈ വചനം അങ്ങോടക്കി ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്തു പറഞ്ഞു, യഹോവയുടെ പൂജ ആ സെല്ലിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. ഈ ദൈവസഭ മുഴുവൻ സാക്ഷിയാക്കി ഫോർട്ട് കൊച്ചിയിലെ ദൈവസഭയെ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ വളരെ ക്ലിയറായ എവിഡൻസ് തന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, മിനിഞ്ഞാന്ന് 10 പേരിൽ നിന്ന് ആ ഒരാളെ ദൈവം അതിനകത്ത് പുറത്തു കൊണ്ടുവന്നു. ആരോടാന്ന് എനിക്കറിയില്ല. ആത്മാവ് ഞാൻ പറയുന്നു, നിന്റെ തലമുറ എത്ര ദൂരത്താണേലും എത്ര അകലത്തിലാണേലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ഒരാളവട്ട വലിപ്പ് ഈ പകൽ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. അവൻ ആരോ ഇന്ന് പകൽ ഞങ്ങളെ ലൈവിൽ കേൾക്കുന്നുണ്ട്. ആ ലൈവിൽ കേൾക്കുന്നുണ്ട് പറയുന്നു, അവൻ യഹോവയുടെ പൂജ ഇന്ന് ഇറങ്ങി വരാൻ പോകുക. കാരാഗ്രഹത്തിനകത്തുനിന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന ആ ദൈവത്തിന്റെ പൂജ. കണക്ക് മൈലുകൾക്കപ്പുറം ഈ പൂജം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്ന് കരമടിച്ചു ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ഞാന് ഒരിക്കൽ കൂടി എന്റെ മുമ്പിലിരിക്കുന്ന ദൈവപുത്രന്മാരെ, ദൈവദാസിമാരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയട്ടെ, അവൻ നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല, ചത്ത ദൈവമല്ല, അവൻ ജീവനുള്ള ദൈവമാ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പൂച്ചം ഇന്ന് നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരെ സ്റ്റേജിലോട്ട് കയറ്റി മൈക്ക് കൈമാറിയാൽ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. എന്നാൽ ഇന്ന് എന്റെ ഊഴമായിരുന്ന ദൈവം എനിക്കൊരു അവസരം തന്നതുകൊണ്ടും അവരെ പ്രതിനിധീകരിച്ച് അവരിൽ ഒരാളായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പുച്ഛം ചത്തുപോയിട്ടില്ല. അതിന് ഈ ഹല്ലേലൂയ പോരല്ലോ. ഈ യഹോവയുടെ ഭുജം ചത്തുപോയിട്ടില്ല, ഈ യഹോവയുടെ ഭുജം മരിച്ചു പോയിട്ടില്ല. എളിയവനെ ആദരിക്കുന്ന ആ യഹോവയുടെ ഭുജം ഇന്ന് പകൽ എനിക്ക് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ആമേൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ യഹോവയുടെ ഭുജത്തിന് വേദപുസ്തകം പഠിപ്പിക്കുന്ന 1-2 കാര്യങ്ങൾ? യഹോവയുടെ ഭുജം എന്ന് വിശുദ്ധ ബൈബിളിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളും ഞാനും അറിയേണ്ട 1-2 സത്യാവസ്ഥ ഒന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഒന്ന്, ഞാൻ ഇങ്ങനെ പറയുക, യഹോവയുടെ ഭുജം വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വെളിപ്പെട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. ഭുജം എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിട്ടുണ്ട്, അവിടെ ദൈവ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഹല്ലേലൂയ. എന്താണ് യഹോവയുടെ ഭുജം? അഭിഷിക്തനെ, യഹോവയുടെ ഭുജത്തിന്റെ ഒരു പ്രത്യേകത, യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്, ദൈവ മഹത്വത്തെ കാണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭുജം നിന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടാൽ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെട്ട് വന്നിരിക്കും. വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഞാന് ഈ ദിവസങ്ങളിൽ അവൻ പോകുന്നിടത്തൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. ഈ കരം നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടണം, ഈ ഭുജം വെളിപ്പെട്ട് വരണം. മാത്രമല്ല, ഈ ഭുജം വെളിപ്പെട്ട് വന്നാൽ നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഈ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഒരന്യാരാധന ശക്തിയും നിങ്ങളെ വിഴുങ്ങത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പരസ്യമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിൽ മന്ത്രവാദികളുണ്ട്, ആഭിചാരക്കാരുണ്ട്, കേരളത്തിൽ ശുദ്രം ചെയ്യുന്നവരുണ്ട്, കൈവശം കൊടുക്കുന്നവരുണ്ട്. അതൊന്നും ഇന്ന് വരെ വെളിപ്പെട്ടു വന്ന സംഗതിയല്ല. എന്നാൽ ഇന്ന് യൂട്യൂബ് തുറന്നാൽ, യൂട്യൂബ് അടിച്ചാൽ
കൈവശം കൊടുക്കുന്നവനും ആഭിചാരം ചെയ്യുന്നവനും മന്ത്രവാദം ചെയ്യുന്നവനുമെല്ലാം പരസ്യമായിട്ട് യൂട്യൂബിൽ വന്ന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, കേരളത്തിൽ കിടുകിട വിറപ്പിക്കുന്ന ഒരു മന്ത്രവാദിയായ മനുഷ്യൻ യൂട്യൂബിലുണ്ട്, വേണേ നിങ്ങൾക്ക് അയച്ചു തരാം. ആ മനുഷ്യൻ വന്ന് പറയുക, ഞാൻ ആഭിചാരം ചെയ്യുന്നവനാ, ഞാൻ മന്ത്രവാദം ചെയ്യുന്നവനാ, ഞങ്ങളുടെ ദൈവത്തെ കൊണ്ട് ഞങ്ങൾ മന്ത്രവാദം ചെയ്യും. അപ്പൊ ചോദിക്കുന്ന ഒരാൾ ചോദിക്കുക, നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നേ? ആ മനുഷ്യൻ പറയുക, ഒരാൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഇന്നാള് ശരിയല്ല, ഇന്നാൾ അനുഗ്രഹിക്കപ്പെടുന്നു, ഇന്നാളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുന്നു, അയാളെ ഒന്ന് കെട്ടണം എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിച്ച് അയാൾക്കെതിരെ ഞങ്ങൾ മന്ത്രവാദം ചെയ്യും. ഒരു കുടുംബജീവിതം സന്തോഷമായി പോയാൽ, ആ കുടുംബജീവിതം അനുഗ്രഹമാണെന്ന് കണ്ടാൽ, ആ കുടുംബജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ മന്ത്രവാദം ചെയ്യും. ഇതൊക്കെ നിർത്തി ഒടുവിൽ താൻ പറഞ്ഞൊരു കാര്യം ഇന്ന് പകൽ നിങ്ങൾ അറിയാതിരിക്കരുത്. മോൻ അറിയത്തില്ലേ, ഈ കൈകൊട്ടി പാട്ടുപാടി പ്രസംഗിച്ച് നടക്കുന്ന ഉപദേശിമാർ, അതെ പെന്തക്കോസ്തുകാർ, അവരുടെ മക്കളെ വരെ വശീകരണ ആത്മാവിനാൽ വശീകരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടാരത്തിൽ കാഴ്ചവെക്കാറുണ്ട്. അത് ഞങ്ങളുടെ ആഭിചാരമാണ്. ചുമ്മാ കയറി അടിച്ചു നോക്കേ, മറയത്തല്ല, ഒളിച്ചതല്ല. ആമേൻ. കൃപ ലഭിച്ച ദൈവമക്കൾ, കൃപ ലഭിച്ച ദൈവദാസന്മാർ, നിനക്കെതിരെ ആഭിചാരമുണ്ടെന്നും മന്ത്രവാദമുണ്ടെന്നും പറയുമ്പോൾ കുറച്ച് തലക്കനമുള്ളവർ, കുറച്ച് തിയോളജി പഠിച്ചവർ, ഇവന്മാർ മണ്ടന്മാരാ, ഇതൊക്കെ വെറുതെ പറയുന്നതാ എന്ന് പറഞ്ഞ കാലഘട്ടം മാറി. ഇതാ ആഭിചാരക്കാരും മന്ത്രവാദികളും വെളിച്ചത്ത് വന്നിരിക്കുന്നു. എന്നാൽ അതിനെ ഒതുക്കാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ, നിന്റെ കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ചലിക്കണം. നിന്റെ കൂടാരത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിക്കണം. അതിന് ഈ കരമടി പോലെ കേട്ടോ, കരമടിച്ച് ആത്മാവിൽ ആരാധിച്ച് അവൻ രാവിലെയും വൈകിട്ടോ ഈ കൂടാരത്തിനകത്ത് ഒരു സാന്നിധ്യം ചലിച്ചാൽ ഒരു മന്ത്രവാദവും ഒരാഭിചാരവും നിന്നെ തൊടുകയില്ല. എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് പകൽ അത് ആത്മാവിൽ പറയുക, എവിടെയൊക്കെയോ വളരെ ഫ്ലോ ആയി പോയിക്കൊണ്ടിരുന്നത്, വളരെ ആഴമായി പോയിക്കൊണ്ടിരുന്നത്, പീഡിച്ചു കെട്ടിയതുപോലെ ചിലതിനെ കെട്ടിവെച്ചെങ്കിൽ ഇന്ന് ആ പുച്ഛം വെളിപ്പെടുമ്പോൾ, ആ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ദൈവസഭക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ കെട്ടിയതിന് ഈ പകൽ ദൈവ സാന്നിധ്യത്താൽ ദൈവം പൊട്ടിക്കുന്നു. എന്റെ കൂടാരത്തിനകത്തുനിന്ന് എന്റെ തലമുറയെ ഒന്നിന് പിശാചിന് കിട്ടത്തില്ല. അഭിഷിക്തന്മാരെ, നമ്മുടെ തലമുറയിൽ ഒന്നിന് പിശാചിന് കിട്ടത്തില്ല. നമ്മൾ അറിയത്തില്ല. നാം ശുശ്രൂഷ നിൽക്കുമ്പോൾ നമ്മുടെ തലമുറകളെ ശത്രു വാടകോരി വലിച്ചുകൊണ്ട് പോകുമ്പോൾ, വശീകരിച്ചുകൊണ്ട് പോകുമ്പോൾ, ഈ പുച്ഛം നിന്റെ കൂടാരത്തിൽ നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങള് പല വീടുകൾ മാറി പാർക്കുന്നവരാ, പല വീടുകളിൽ പോയി വിശ്രമിക്കുന്നവരാ. ചില വീട്ടിലേക്ക് ഞങ്ങൾ താമസിക്കാൻ ചെന്നാൽ അവരുടെ ബെഡ്റൂമിനകത്തൊരു കൊച്ചു പായെടുത്ത് നിലത്തിട്ട് മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, പക്ഷേ 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ അറിയത്തില്ല, സാന്നിധ്യം നമ്മളെ മണിക്കൂറുകളിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ചില വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ കയറിയാൽ, ആമേൻ, നിങ്ങൾക്കറിയാം, വാക്കുകൾ കിട്ടത്തില്ല, പ്രാർത്ഥിക്കാൻ വാക്കുകൾ നമ്മുടെ വായി വരില്ല. എന്തിന്? ചില പറയാറില്ലേ, ആ വീട്ടിൽ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ എന്തെന്നില്ലാത്തൊരു തലവേദന, എന്തെന്നില്ലാത്തൊരു ഭാരം. അതുകൂടി ഒന്ന് പറയട്ടെ, എവിടെയൊക്കെയോ ചില കുടുംബങ്ങളെ പിശാച് കെട്ടിയത് ഇന്ന് പകൽ എന്റെ തമ്പുരാൻ അഴിച്ചു മാറ്റും.
പരിശുദ്ധാത്മാവിനെ പ്രവചിച്ചു പറയുക. അങ്ങനെ ചില കെട്ടുകൾ ഇന്ന് പകൽ ഇതിനകം താഴിയാൻ പോകുക. ഓ ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. അവൻ ആത്മാവിൽ ഇന്ന് പകൽ സ്തുതിച്ചോ. എവിടേക്കെയോ നീ ശത്രുവിനെ ഭയക്കരുത്, അന്ധകാര വ്യാപാരത്തെ ഭയക്കരുത്. ദൈവത്തിന്റെ പുച്ഛം എന്താണ്? ദൈവത്തിന്റെ പുച്ഛം ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ കൂടാരത്തിൽ ഈ പകൽ ചലിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് വളരെ ആഴമായി പറയുക കേട്ടോ. ദൈവ സാന്നിധ്യം ആലയത്തിനകത്ത് ചലിച്ചു എന്ന് കണ്ടാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരിക്കരുത്. ഓടിച്ചാടി തുള്ളി ആ ദൈവ സാന്നിധ്യത്തിൽ ആനന്ദിക്കണം. കാരണം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഒന്ന്, എന്താണ് യഹോവയുടെ പുച്ഛം? യഹോവയുടെ ഭുജത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ആ യഹോവയുടെ ഭുജം വെളിപ്പെടുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനകത്ത് സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. ഉറക്കെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ ഈ പ്രസംഗിക്കാൻ കയറി ഇന്നപ്പോൾ മുതൽ എന്നോട് കർത്താവ് പറയുന്നു, ഇതിന്റെ അതിരുകൾ വിശാലമാകാൻ പോവുക. ഇതിന്റെ അതിരുകൾ വിശാലമാകാൻ പോവുക. ഇതിനെ ഭിത്തിയുടെ ചുമലുകൾ ദൈവം മാറ്റാൻ പോകുക. ഇതിനെ മറ്റൊരു നിലവാരത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് ഈ ആരാധനാലയത്തെ ദൈവം മാറ്റിമറിക്കുന്ന ദിവസങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ചില സീലുകൾ പതിക്കപ്പെടുന്നത് പോലെ, ചില അധികാരികളുടെ അധികാര ചിഹ്നങ്ങൾ നിങ്ങളുടെ മേൽ വീഴുന്നത് പോലെ ഒരു വലിയ ദൈവ പ്രവൃത്തി ഇതിന്റെ പുറകിൽ എന്റെ തമ്പുരാന് ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് ദൈവ സാന്നിധ്യം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരും. ഞാൻ രണ്ടാമത് പറയുന്നു, എന്താണ് യഹോവയുടെ ഭുജം? യഹോവയുടെ ഭുജത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാണ് യഹോവയുടെ ഭുജം. ഒന്ന്, യഹോവയുടെ ഭുജം ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. രണ്ട്, യഹോവയുടെ ഭുജം ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ആമേൻ. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യം പറയുന്നു. യഹോവയുടെ ഭുജത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത അത് ദൈവശക്തിയെ കാണിക്കുന്നതാണ്. ദൈവമക്കളെ, ഇവിടെ അടിക്കുന്ന കാറ്റളക്കാൻ ഇവിടെ യന്ത്രമുണ്ട്. ഇവിടെ ഭൂമി കുലുങ്ങുന്ന ഭൂമിയുടെ സെറ്റ് സ്കെയിൽ അളക്കാൻ ഇവിടെ സാമഗ്രികളുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എത്ര സ്തോത്രം വെയിറ്റ് ഉണ്ടെന്ന് തൂക്കാൻ ഇവിടെ ഉണ്ട്. അടിക്കുന്ന കാറ്റിന്, കുലുങ്ങുന്ന ഭൂമി കുലുക്കത്തിന്, എന്തിനേറെ സച്ചിൻ തെണ്ടുൽക്കർ എറിയുന്ന ബോളിന്റെ വേഗത വരെ അളക്കുന്ന യന്ത്രം ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരൊറ്റ ശക്തി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ഹല്ലേലൂയ. ഈ ശക്തി അളക്കാൻ ഒരുവനും കഴിയത്തില്ല. ഈ ശക്തിയെ തടുക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ആ സാന്നിധ്യം ഇന്ന് പകൽ ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ ശക്തി അനുഭവിച്ച ദൈവമക്കൾ ഈ കരമെന്ന് കൂട്ടിയടിച്ച് ആത്മാവിന്റെ ശക്തി ഏറ്റെടുത്തവർ, ആത്മാവിന്റെ കൃപ ഏറ്റെടുത്തവർ, ഞാന് ചർച്ച തുടങ്ങിയത് 97 ഫോർട്ട് വെച്ച് ചർച്ച തുടങ്ങുന്നത്. ചർച്ച തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഉപവാസ പ്രാർത്ഥന വെച്ചു, ഒരു ഫാസ്റ്റിംഗ് പ്രേയർ വെച്ചു. അന്ന് സ്തോത്രം ഒരു ദൈവദാസം ഉണ്ടായിരുന്നു. ബാങ്കിൽ ജോലി ചെയ്തൊരു PC ചെറിയാണ് നോക്കിയ പാസ്റ്ററിന്റെ പേര്. ബാങ്കിൽ ജോലി ഉണ്ടായ ഒരു മനുഷ്യൻ, ബാങ്കിലെ ക്യാഷ്യറായി ജോലി ചെയ്ത IPCയിൽ ഒരു പാസ്റ്ററാണ്. പ്രായമായി, ഒത്തിരി പ്രായമായി. ആ മനുഷ്യനെ ഒരാളെനിക്ക് ഒരു ഫോൺ നമ്പർ തന്നു. ഞാൻ വിളിച്ചിട്ട് വെച്ചാ, ഞാൻ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് കോട്ടയമോ എവിടെയാ, വളരെ ഫേമസ് ആയ ദൈവാസന PC എബ്രഹാം ദൈവദാസന്മാർക്കല്ല, അല്ലെ എത്ര പേർക്ക് അറിയാം? PC എബ്രഹാം ശക്തനായ ഒരു ശുശ്രൂഷൻ. ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചർച്ചിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ PC എബ്രഹാം പാസ്റ്റർ വന്നു, പ്രസംഗിക്കാൻ സമയം കൊടുത്തു. ഞാൻ പ്രസംഗിക്കാൻ മൈക്ക് കൊടുക്കുന്നത് 11:30 മണിക്കാണ്.
പ്രസംഗിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നിൽക്കുക. പ്രസംഗിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ഈ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്ന ജനത്തിന്റെ ഇടയ്ക്ക് കൂട്ടമായിട്ടൊക്കെ ഭൂതം ഇളകാൻ തുടങ്ങി. ഈ ഭൂതം ഇളകുന്നു, പുള്ളി തൊടുന്നു പോലുമില്ല. പാസ്റ്റർ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു, ഇടയ്ക്ക് ഇങ്ങനെ കാർക്കിക്കുന്ന പോലെ ഒരു ശബ്ദമെടുക്കാം, ആത്മാവിലങ്ങ് കത്തുകയ. ആ പ്രസംഗം തീർന്നത് വൈകിട്ട് 5:30 മണിക്കാണ്. 11:30 മണിക്ക് തുടങ്ങിയ പ്രസംഗം 5:30 മണിക്കാ അവസാനിക്കുന്നേ. പക്ഷെ എന്റെ അനുഭവം ഞാൻ പറയട്ടെ, എന്ന് ഒരു പറ്റം ചെറുപ്പക്കാര് ഫോട്ടോ വച്ച് ഇന്ന് രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിക്കാതെ മുന്നിൽ വന്നിരിക്കുക. അച്ഛാ, ഒരെണ്ണമില്ല അഭിഷേകം പ്രാപിക്കാത്തത്, എല്ലാം അഭിഷേകം പ്രാപിച്ചു. കൂട്ടമായി ഭൂതങ്ങൾ വിട്ടുപോയി. എന്തിനേറെ അവൻ ഞങ്ങളുടെ ആലയത്തിന് വളർച്ചയുടെ കാരണം ആ ഒറ്റ ശുശ്രൂഷയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവശക്തി ഇതിനകത്ത് വ്യാപരിച്ചാൽ, ദൈവശക്തി നിന്റെ വീട്ടിനകത്ത് വ്യാപരിച്ചാൽ, ദൈവശക്തി നിങ്ങളിൽ വ്യാപരിച്ചാൽ അസാധാരണമായി അവൻ ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയുന്നു, നമുക്ക് വേണ്ടത് ചുമ്മാ പ്രസംഗിക്കുന്നവരെയല്ല, 10 പോയിന്റ് പറയുന്നവരെയല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനശാലയായി മാറുന്ന അഭിഷിക്തന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. ഞാന് സ്തോത്രം, എന്റെ സ്വന്തം ചർച്ച എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നങ്ങ് പറയുക, നമ്മുടെ ആലയത്തിനകത്തൊക്കെ ഒരു ക്രമീകരണം വരുത്തേണ്ട സമയം കഴിഞ്ഞു. അഭിഷേകം പ്രാപിക്കാത്തതിന് കീബോർഡ് വായിപ്പിക്കരുത്, അഭിഷേകം പ്രാപിക്കാത്തതിന് അവൻ വർഷിപ്പിന് കേറ്റരുത്, അഭിഷേകം പ്രാപിക്കാത്തതിന് ശുശ്രൂഷ ചെയ്യിപ്പിക്കരുത്. ദൈവസഭയുടെ വളർച്ചയ്ക്ക് ആവശ്യം ആത്മശക്തി. ഇന്ന് പകൽ ആ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി കരമടിച്ച് ദൈവത്തെ ആരാധിച്ച്, ദൈവശക്തിയോടെ ആരാധിച്ച്, ദൈവ സാന്നിധ്യത്തോടെ കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പബ്ലിക് മീറ്റിംഗ് ആത്മാവിൽ കൂടി, എൻ്റെ ആത്മാർത്ഥത പറയുക, പബ്ലിക് മീറ്റിംഗ് കൂടി വലിയ ക്രൂസൈഡ് നടക്കുക. ആ ക്രൂസൈഡിൽ ആളെ കൂട്ടാൻ വേണ്ടി ജാതികളുടെ നടുവിൽ പാട്ടുപാടുന്ന ഒരു പറ്റം പാട്ടുകാരെ അവർ കൊണ്ടുവന്ന് പാടിച്ചു. വലിയ ക്രൂസൈഡാ. ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അറിയുന്ന ഉന്നതന്മാരായ പാട്ടുകാരെ, നല്ല ഈണത്തിലും ട്യൂണിലും പാടുന്ന പാട്ടുകാരെ കൊണ്ടുവന്ന് പാടിച്ചു. ജനമെല്ലാം കയ്യും കെട്ടി നോക്കിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോ അവസാനം 10 മിനിറ്റ് ആ ചർച്ചിൽ ഒരു പയ്യന് വർഷിപ്പിൽ ഇടിയാൻ കൊടുത്തു. സിംഗർക്ക് 1 മണിക്കൂർ, അഭിഷേകമുള്ളവന് 15 മിനിറ്റ്. അവൻ ഒരു എളിയ പയ്യനാ. അവൻ കേറി ആമേൻ ഒരു പാട്ട് പാടി. ജനം ആത്മാവി കത്താൻ തുടങ്ങി. ദൈവമക്കളെ, പാടാൻ ആളെ കിട്ടിയില്ലെങ്കിലോ അഭിഷേകം ഇല്ലാത്തതിനെ കേട്ടരുത്, അഭിഷേകം ഇല്ലാത്തതിനെ നിർത്തരുത്. ആ കാലം കഴിഞ്ഞു, ആ കാലം പോയി. ദൈവകൃപയോട് അഭിഷേകത്തോടെ നിൽക്കുന്നതിന് പിടിച്ചു കയറ്റ്. ദൈവത്തിന്റെ വചനം പറയുന്നു, the power of God. എന്താണ് ദൈവത്തിന്റെ പൂച്ച? അത് ദൈവശക്തിയാണ്. ഞാന് എന്റെ കൂട്ട ശുശ്രൂഷന്മാരോട് പറയുക, അഭിഷേകം ദൈവശക്തി ആലയത്തിനകത്ത് വ്യാപരിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. എൻ്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ രക്ഷിക്കപ്പെട്ടു വന്നു, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു വന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വീട് പണിയുന്ന കൽപ്പണിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. ഒരു പക്ഷെ നിങ്ങൾക്ക് വിലയുണ്ടാവില്ല, പക്ഷെ വിലയുള്ളത് ഞാൻ പറയാം. വീട് പണിയുന്ന കൽപ്പണി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ രക്ഷിക്കപ്പെട്ടു വന്നു. ഒരു BS സൈക്കിള് മൽകാട് മാത്രമേ ഉള്ളൂ. ആ സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് അവൻ ആലയത്തിൽ വന്നു. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന കണ്ടപ്പോ അവനും ആത്മാവിൽ ആരാധന തോന്നി. എന്നോട് പറഞ്ഞു, പക്ഷേ എങ്ങനെ അഭിഷേകം പ്രാപിച്ചത്? ഞാൻ അനുഭവസിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിക്കാൻ തുടങ്ങി, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചർച്ചിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോകുമ്പോൾ, ഞാൻ ഈ ഭൂതത്തെ പുറത്താക്കുമ്പോൾ ഒരിക്കൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, പക്ഷേ എനിക്കും ഈ ഭൂതത്തെ ഇറക്കാൻ പറ്റുമോ?
എനിക്ക് ഇതിനെ ഇറക്കാൻ പറ്റുമോ? ഞാൻ മോനെ നിനക്കും കഴിയും, നിനക്കും കഴിയും. ജീവിത വിശുദ്ധിയോടെ, പ്രമാണത്തിൽ നിന്ന്, അഭിഷേകത്തോടെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇത് പുറത്തു പോകും. ഞാൻ അവനെ എന്ത് ചെയ്യണം? ഞാൻ നീയും പ്രാർത്ഥിക്ക്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു തിങ്കളാഴ്ച ചർച്ചിലോട്ട് വന്ന് എൻ്റെ ചർച്ചിലെ താക്കോല് വാങ്ങിച്ച് ഒരൊറ്റ ഇരിപ്പ് 40 ദിവസം ഉപവാസം. 40 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച ആഹാരം കഴിച്ചു, പിന്നെ ഒരു 21, ഒരു വർഷം ആലയം വിട്ടു പിരിയാതെ ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച സഭായോഗം നടക്കുമ്പോൾ ഇവൻ എഴുന്നേറ്റ് ഈ ജനത്തിന്റെ നടുവിലൂടെ അവൻ ഇങ്ങനെ ആരാധന ലീഡ് ചെയ്യാൻ നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഇവൻ നടന്നു പോകുന്നിടത്ത് ഭൂതങ്ങൾ അലറാൻ തുടങ്ങി, ഭൂതങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി ആ ദൈവശക്തി അവന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഇന്നറിയാമോ, കോട്ടയത്ത് 1000-ലധികം പേര് കൂടുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ് ഷാജം ജോർജ്. എനിക്ക് നന്നവണ്ണം അറിയാം. എത്ര പ്രാർത്ഥിച്ചിട്ട് പോകാത്ത ദുർഭൂതവും അതിനകത്ത് കൊണ്ടുപോയി ഇട്ടാ മതി, അവൻ പ്രാർത്ഥിക്കുമ്പോ വിട്ടുപോകും. അവൻ ഇപ്പൊ 2 കൂട്ടമാണ്, 2 സഭായോഗമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ നിന്ന് സ്റ്റേജ് അളക്കാനാ പറയുന്നത് അല്ലെന്ന്. ഞങ്ങളെക്കാൾ വലിയ ചർച്ച് ഞങ്ങളുടെ കൂടെ രക്ഷിക്കപ്പെട്ട് വന്നവർക്ക് ഇന്ന് കൃപയാൽ ഉണ്ട്. അതിനൊറ്റ കാരണം അവിടെ മേൽ വ്യാപരിച്ച ദൈവശക്തി. ഞാനൊന്ന് പറയാ, ആമേൻ സ്തോത്രം. ഇന്ന് കർത്താവിന്റെ അഭിഷിക്തൻ എന്നോട് പറയുകയാണ്, ആമേൻ മോനെ, ഇന്ന വിഷയം നീ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി ക്ലാസ് എടുക്കും. പക്ഷേ 30 വർഷമായില്ലേ ഞാനും പ്രസംഗിക്കുന്നേ. അപ്പൊ നന്നായി ക്ലാസ് എടുക്കാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കിട്ടുന്ന സമയം നല്ലവണ്ണം പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ എനിക്കറിയാം. പക്ഷെ ഈ ക്ലാസ് കൊണ്ടൊന്നും കമസാബ വിടുവിക്കപ്പെടത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചലിച്ചേ പറ്റൂ. അതിനോട് സഹകരിക്കുന്നെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തനിയെ ഞാൻ വിടത്തില്ല, നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ബലവാനെ പിടിച്ചു കെട്ടാൻ, ബലവാന്റെ കോപ്പുക വരാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അഴക്കാം. അഭിഷിക്തന്മാരെ, സഹോദരിമാരെ, ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുക. ആമേൻ സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഒരു പൂത വളകി, ഒരു സ്ഥലത്ത് ഒരു പൂത വളകി. അപ്പൊ പൂതത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു. എന്താണ്, ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോ ആ പിശാച് പറയുക, 1-2 കാര്യം പറഞ്ഞു. അതിലൊരു കാര്യം, ചില ചർച്ചിൽ ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമാ. എന്താണെന്നറിയോ? ഞങ്ങളെ ആരും ഇളക്കില്ല, അവിടെ ഇരിക്കും. കാരണം നമ്മളും തണുത്തായിരിക്കുന്നേ, തണുപ്പന്വേഷിച്ച് വന്നും കുഞ്ഞപ്പനും തണുത്തായിരിക്കുന്നേ. അവനെവിടെയെങ്കിലും ഇരിക്കും, അവനങ്ങ് നോർമലായിട്ടിരിക്കും. അപ്പൊ പിശാച് പറയുക, ചില ചർച്ചിൽ ഞങ്ങൾ ഭയങ്കര കംഫോർട്ടാ, ഞങ്ങളെ ആരും ഇളക്കില്ല, ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് രണ്ടാമത് പറയുക, ചില ചർച്ചിൽ അങ്ങനെയല്ല, ഞങ്ങളെ ശാസിക്കും, പക്ഷെ പറഞ്ഞു വിടില്ല. പിശാച് പറയുക. എന്നാൽ ചില ചർച്ചുണ്ട്, ഞങ്ങളുടെ തലവട്ടം കണ്ടാൽ മതി, ഞങ്ങളെ പരിസരം തടിപ്പിക്കത്തില്ല. ഇന്ന് ഈ ചർച്ചിനെ കുറിച്ച് ഞാനൊന്നെങ്ങനെ പറഞ്ഞോട്ടെ. ഇവിടെ ഇളകുക മാത്രമല്ല, ഇവിടെ വെളിപ്പെടുക മാത്രമല്ല. ഇന്ന് കണ്ട മിസ്സയ്യമിനെ ഇനി മേലാൽ കാണാതെ വന്ന നിനക്കും സഭയ്ക്ക് കുടുംബത്തിനും എതിരായി നിൽക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ ഇന്ന് മകൾ ഈ പട്ടണം വിട്ടുമാറാൻ, ഈ ദേശം വിട്ടുമാറാൻ, ഈ കുടുംബം വിട്ടുമാറാൻ, ഈ പകൽ ശാസിക്കാൻ കഴിവുള്ള ദൈവജന ആത്മാവിൽ ആരാധിച്ച് ആമേൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കർത്തൃത്വത്തിന് ഓർക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 99 മാവേലിക്കര പട്ടണത്തിന് നടുവിൽ ഒരു ശ്രീലങ്കൻ പാസ്റ്റർ വന്നു. ശ്രീലങ്കൻ പാസ്റ്റർ പേര് രാജേന്ദ്രൻ താടിയൊക്കെ നീട്ടി വളർത്തിയ, ആമേൻ ഓർക്കുന്നുണ്ടോ? ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവ മനുഷ്യൻ രാജേന്ദ്രൻ. ആ മനുഷ്യൻ വരുന്നെന്നറിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മാവേലിക്കരക്ക് വണ്ടി കയറി. ഈ
മനുഷ്യനൊന്ന് കാണാൻ. ബെൻസൺ തോമസ് എന്ന് പറയുന്ന ദൈവദാസൻ ക്രമീകരിച്ച മീറ്റിംഗ് ആണ്. പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് രാജേന്ദ്രൻ ഭാഷ സ്റ്റേജിലോട്ട് വരിക കേട്ടോ. ഞങ്ങളെല്ലാം ഫ്രണ്ടിലുണ്ട്. ഈ ദൈവദാസം നടന്നു വരുമ്പോ ഈ നടന്നു വരുന്ന രണ്ട് സൈഡിലോ ജനം കൂട്ടമായി അലച്ച് താഴെ വീഴുന്നു. എന്നാന്നറിയാമോ? ഭൂതങ്ങൾ ഇളകിയ, പിശാച് ഇളകിയ. നേരെ വന്ന് മൈക്കെടുക്കും. മൈക്കെടുത്തിട്ട് ആദ്യം പറയും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദുരാത്മാക്കൾ വെളിവാ എന്ന് പറയുമ്പോ ഈ ചെമ്മീൻ കിടക്കുന്ന പോലെ അവ കസേര എന്നെ തെറിച്ച് ചിലത് താഴെ വീഴും. ദൈവദാസന് ഞാൻ ഇതൊന്നും പ്രസംഗിക്കാൻ വന്നതല്ല, പക്ഷെ ആത്മാവിനോട് പറയുന്നു, ഒരു പുതിയ അധികാരം ഈ ദൈവസഭയുടെ മേൽ ദൈവം കൈമാറാൻ പോകുക. അഭിഷിക്തന്മാരുടെ മേൽ കൈമാറാൻ പോകുക. നിങ്ങളുടെ നടന്നു പോകുമ്പോൾ, നിങ്ങൾ കൈവെക്കുമ്പോൾ, നിങ്ങളുടെ സാന്നിധ്യത്തിനകത്ത് ചില കെട്ടുകൾ അഴിയപ്പെടുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കണം. ദൈവശക്തി വ്യാപരിക്കണം. പോരാ പോരാ, കരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കരം ഒന്ന് അടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിച്ച് ഈ മീറ്റിംഗ് തീരുന്നതിന് മുൻപ്, ആശീർവാദം പറയുന്നതിന് മുമ്പ് ഈ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇല്ല ഭാഷ, ഇല്ല ഇല്ല ദൈവമക്കളെ, ഞാൻ ആത്മാവിലാ പറയുന്നത്. ഇനി പ്രസംഗം കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. കാരണം യൂട്യൂബ് തുറന്നാൽ മുഴുവൻ പ്രസംഗമാ. കേട്ട് കേട്ട് ജനം മടുത്തു. അഭിഷിക്തന് ഇനി ജനത്തിന് വേണ്ടത് പ്രസംഗമല്ല, ദൈവശക്തിയുടെ പ്രദർശനശാല. ഒരു കൈവച്ചാൽ, ഒന്ന് നടന്നു പോയാൽ, ഒരു കുടുംബത്ത് കാല് വെച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമാർ ഒരു ദൈവശക്തി ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഓ, പെരുമഴ പെയ്യുന്ന പോലെ ഇതിനകത്ത് സാന്നിധ്യം ചലിക്കുക. ഒരു പെരുമഴ പോലെ, ഒരു പുരുഷാരത്തിന്റെ ഘോഷം പോലെ, ഒരറ്റം മുതൽ മറ്റിയറ്റം വരെ ആ സാന്നിധ്യം ചലിക്കുക. ആ സാന്നിധ്യം ചലിക്കുക. എനിക്കറിയത്തില്ല, കർത്താവ് എന്നോട് പറയുന്നു, ചിലതിന്റെ കരങ്ങളുടെ മേൽ ഒരധികാരം ദൈവം കൈമാറാൻ പോകുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ദൈവദാസൻ നിങ്ങളുടെ കരങ്ങളുടെ മേൽ ഒരധികാരത്തിന്റെ കൈമാറ്റം ദൈവം ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് ആരാധിച്ച് ഇതിനകത്തിരിക്കുന്ന ദൈവപുത്രന്മാരോട് ആത്മാവ് പറയുന്നു, ഈ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ് ഈ പകൽ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. സൗരങ്ങളെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വാര്യപരി യോനാച്ചായന്റെ കാലം കഴിഞ്ഞു. അവരെയൊക്കെ നിർത്തിയ ദൈവം ചത്തിട്ടില്ലെന്നേ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വാര്യപുരത്ത് ആ ചർച്ച ഞാൻ പ്രസംഗിച്ചു. ഭയങ്കരമായ അസാധാരണ സാന്നിധ്യം കത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസം വന്നു. വാര്യപുരി യോനാച്ചായന്റെ ഒരു കസിനാ വന്നിട്ട് എന്നോട് പറയുക, എന്റെ പൊന്നു ബിജുപാസേ, വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നത്. ദൂത് മനസ്സിലായോ? പലതിൻ്റെയും പേര് പറഞ്ഞ പാരമ്പര്യമേ നമുക്കുള്ളൂ. പക്ഷെ ഞാൻ ആത്മാവി പറയുന്ന ഭാഷ അത് ഇതിനകത്ത് ആരംഭിക്കണം. ഹല്ലേലൂയ! നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഉറക്കെ വരാമെന്ന് പറയാമോ? ഞാൻ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞോട്ടെ. സന്തോഷമാണോ? ഓക്കെ, സാക്ഷിയൊക്കെ പ്രശ്നമല്ലേ, എന്നാലും വ്യക്തമായിട്ട് പറയാം. ഞാൻ ബുധനാഴ്ച മിനിഞ്ഞാന്ന് കിടങ്ങറ കൺവെൻഷനാ. കിടങ്ങറ ഇവിടെ ചങ്ങനാശ്ശേരിക്ക് അടുത്ത് കിടങ്ങറ കൺവെൻഷനാ. വയലിൻ്റെ തീരത്ത്, ഒരു വയലിൻ്റെ എല്ലാം നടുക്ക് ഒരു ഓപ്പൺ കൺവെൻഷൻ പ്രസംഗിക്കുക. ശക്തമായി പ്രസംഗിക്കുക. അത് യൂട്യൂബിലൊക്കെ ഉണ്ട്, ലൈവിലുണ്ട്. ഗ്രൗണ്ടിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി. ആമൻ. കൺവെൻഷൻ ഉപവാസ പ്രാർത്ഥന പോലെയായി. ജനം ആത്മാവിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്റ്റേജിൽ വന്ന് കയറി പ്രസംഗം ആരംഭിച്ചു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിന്നിറങ്ങിയതും ഒരു മനുഷ്യൻ
ഒരു വണ്ടി കാറിനകത്തുനിന്ന് കാറ് തുറന്ന് ആമേൻ അവിടുത്തെ IPCയിലെ ഹാരിസൺ എന്ന് പറയുന്ന ദൈവദാസന്മാരെല്ലാം ഇവിടെ ഉണ്ട്. IPC ന്യൂ ഇന്ത്യ എല്ലാ പാസ്റ്റേഴ്സും ഉണ്ട്. ഒരു മനുഷ്യൻ കാറ് തുറന്ന് അകത്തോട്ട് ഓടി വന്നിട്ട് ആ സംഘാടകരോട് പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനോട് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. ഞാൻ വെളിയിലേക്ക് ചെന്നു. ആമൻ ഒരു കനാനായക്കാരനാ. ആമൻ ചെറുപ്പക്കാരൻ, ഒരു 50 വയസ്സ് കാണും. ആമൻ ഞാൻ ചോദിച്ചു എന്നാച്ചാ? അതെ, ഞാൻ ഈ റോട്ടിൽ കൂടി കാറിന് പോകുക, അപ്പോഴാണ് നിങ്ങളവിടെ പ്രസംഗിക്കുന്നേ. ഈ പ്രസംഗിക്ക് ഇങ്ങനെ ഉണ്ടപ്പോൾ എൻ്റെ കാറിൽ ഞാൻ ഗ്ലാസ് പൊക്കിയിട്ടേക്കുക. പക്ഷെ ഇതിലൂടെ വണ്ടി പോകുമ്പോൾ ഒരു ഭയങ്കര ശക്തി ഇതിനകത്തോട്ട് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തു. പുള്ളി പറയാ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ സൈഡിലോട്ട് മാറ്റിയിട്ടു. നിങ്ങളുടെ പ്രസംഗം മുഴുവൻ കേട്ടു, അതിനകത്ത് ഇരിക്കാനൊക്കുന്നില്ല. ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എത്ര രാത്രിയാണേലും കൊച്ചിക്കല്ലേ പോകുന്നത്, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ വീട് നെടുമുടിക്കകത്ത കൺവെൻഷൻ കഴിഞ്ഞ് ബുധനാഴ്ച രാത്രി 11 മണിക്ക് ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ആത്മാവി പ്രാർത്ഥിച്ചു. മോനെ കൈവച്ചിട്ടല്ല, അവൻ പ്രസംഗിക്കുമ്പോൾ കാറിനകത്തിരുന്ന ദൈവശക്തി വ്യാപരിച്ചു. ഇന്ന് മകൾ വിശ്വസിക്കാൻ കഴിയുമോ? ഇതിനകത്ത് വ്യാപരിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഈ പട്ടണത്തിൽ വ്യാപരിക്കട്ടെ, ഈ പട്ടണത്തിൽ വ്യാപരിക്കട്ടെ, ഈ പട്ടണത്തിൽ വ്യാപരിക്കട്ടെ. ഇല്ല ഇല്ല, ഇന്നലത്തെ അനുഭവങ്ങൾ പോരാ. അസാധാരണമായ ഒരു ദൈവശക്തി ഇന്ന് മകൾ വ്യാപരിക്കട്ടെ. ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഇന്ന് മകൾ വ്യാപരിക്കട്ടെ. ഉടമന റിബൽ ഘടകന, ഉടമന ഘടക ദീപൽ ഘടകന. പ്രതികരിച്ച് ആത്മാവി പ്രതികരിച്ച് അവൻ കൈയടിക്കണമോ? കരമടിക്ക്. അന്യഭാഷ പറയണമോ? അന്യഭാഷ പറ. നൃത്തം ചെയ്യണമോ? ആത്മാവ് നൃത്തം ചെയ്യ. തുള്ളി ചാടി ആരാധിക്കണോ? തുള്ളി ചാടി ആരാധിക്ക. ഒരാളും നിന്നെ തടുക്കത്തില്ല, ഒരു വ്യക്തി പോലും നിന്നെ തടുക്കത്തില്ല. ആത്മാവിൽ ഇന്ന് മകൾ ദൈവത്തെ സ്തുതിച്ച് ഒന്ന് ആരാധിച്ച്. Oh, ribana rabana sakadala alkana telerege atuna rabasetelere andaraga seteleragedena uda channa telere alkana teleragasa andana katalara. ഇന്നലെ വരെ പറഞ്ഞ അന്യഭാഷയല്ല, വായ വിസ്താരത്തിൽ തുറക്ക. അന്യഭാഷകൾ 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 അന്യഭാഷയുടെ കൃപാവരങ്ങൾ ഇന്ന് മകൾ ജ്വലിക്കട്ടെ. കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. Oh, Shabala Ragadal. Amen. Shanadala. ഒന്ന് യഹോവയുടെ ഭുജം അത് ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. 2 ദൈവശക്തിയാണ്. ദൈവശക്തിയാണ്. ഇത് പകർന്നേ പറ്റൂ. ഇത് പകർന്നേ പറ്റൂ. ഇത് പകർന്നേ പറ്റൂ. ഞാൻ ദിവസം വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാന്നറിയോ? നമ്മളൊരു അപഹാസ്യമായിക്കൊണ്ടിരിക്കുക അല്ലേ? പെന്തക്കോസ്ത് എന്നൊക്കെ ആളുകൾ ഈ എടുത്തിട്ടങ്ങ് അലക്കിയ, കണ്ടവനും കാണുന്നവനും കൃപയുള്ളവനും കൃപയില്ലാത്തവനും ചുമ്മാ എടുത്തിട്ട് ഇതിനെ അങ്ങ് എടുത്തിട്ട് തിരിച്ച് മറിച്ചു വിട്ട് കീറിയ. പക്ഷെ ഇതിനൊന്നും നിങ്ങൾ മറുപടി കൊടുക്കണ്ട. മറുപടി കൊടുക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിലൂടെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ആമേൻ എന്ന് പറഞ്ഞേ. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. യഹോവയുടെ ഭുജത്തിന്റെ മറ്റൊരു പ്രത്യേകത ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിന് നിഴലാണ് ഈ യഹോവയുടെ ഭുജം. ഒന്ന് ദൈവത്തിന്റെ ശക്തിയാണ് അല്ലേ? 2 ദൈവത്തിന്റെ സാന്നിധ്യമാണ്. 3 പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയുമാണ് എന്ത്? യഹോവയുടെ ഭുജമെന്ന് പറയുന്നത്. അതെല്ലാം ഞാനങ്ങ് വിടുകയാണ്. എനിക്ക് ദൈവദാസൻ പറഞ്ഞ സമയമുണ്ട്, അതിനകത്ത് 1 മിനിറ്റ് ഞാൻ കൂടുതൽ എടുക്കത്തില്ല. ആ കൃത്യസമയത്ത് നിർത്തും. യഹോവയുടെ ഭുജത്തിന് കഴിയുന്ന ചില കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞ് നമുക്കൊന്ന് ആരാധിച്ച് ബലപ്പെടണം അല്ലേ? യഹോവയുടെ ഭുജം ചെയ്യുന്ന 2-3 കാര്യങ്ങൾ ഒന്ന് എടുക്കാമോ? വേദപുസ്തകം തുറക്കാമോ? ആവർത്തന പുസ്തകം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാണുക
നിങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര കാര്യങ്ങൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ബലമുള്ള കൈ, നീട്ടിയ ഭുജം കൊണ്ട് 400 വർഷത്തെ പാരമ്പര്യം അഴിച്ച് ദൈവം വിടുവിച്ചു. മനസ്സിലായി കാണും. 400 വർഷത്തെ അടിമ നൂക്കം അഴിച്ച്, 400 വർഷത്തെ കെട്ടുകൾ പൊട്ടിച്ച്, 400 വർഷത്തെ ഫറവോന്റെ മുഖത്തെ ഒടിച്ചു കളഞ്ഞ് ഈ ഭുജം ഒരു ഡെലിവറൻസ് കൊടുക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വിശുദ്ധ ബൈബിൾ ഉയർത്തിക്കൊണ്ട് പറയുന്നു, ഈ യഹോവയുടെ ഭുജം നിന്റെ മേലെ വിടുതൽ കൽപ്പിക്കാൻ പോകുക. എനിക്കറിയത്തില്ല ആരൊക്കെ ഇന്ന് പകൽ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചു വന്നവരുണ്ട്. അത് ഞങ്ങളെ ലൈവിലൂടെ രാജ്യത്തിന്റെ പല ഭാഗത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവരോട് ഇന്ന് പകൽക്കാലം ആത്മാവി പ്രവചിച്ചു പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഒരു വിടുവിക്കുന്ന അത് രോഗമാണോ, സൗഖ്യമാക്കുന്ന മാനസിക വിഷയമാണോ, നിന്നെ വിടുവിക്കുന്ന ഈ പകൽ ആ യഹോവയുടെ ഭുജം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറക്കെ ഒരു ആമേൻ പറയാൻ പറ്റും? ഞാൻ ആ വാക്യം ഒന്ന് പറഞ്ഞോട്ടെ. 400 വർഷത്തെ ശാപത്തിന്റെ കെട്ടഴിച്ച്, 400 വർഷത്തെ ഫറവോന്റെ കെട്ടഴിച്ച്, ഫറവോന്റെ ഭുജത്തെ ഒടിച്ച് ഈ ഭുജം വിടുവിച്ചെങ്കിൽ നിന്നെ വിടുവിക്കാതിരിക്കുമോ? ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ഫറവോന്റെ ഭുജത്തെ വിടുവിച്ച് ഒരു ഡെലിവറൻസ് കൊടുത്തെങ്കിൽ ഇന്ന് പകൽ പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെയോ നാമത്തിൽ ഞാൻ ഒരുമിച്ച് പറയുന്നു, ആ ഭുജം ദൈവം നിന്നെ വിടുവിച്ചിരിക്കും. ഞാന് ഈ കഴിഞ്ഞ ദിവസമാ ഈ ഫറവോന്റെ ഭുജത്തെ ഒടിച്ച കാര്യം പറഞ്ഞപ്പോ ഒരു ദൂത് പെട്ടെന്ന് ഞാൻ ഓർത്തത്. ദൈവമക്കളെ, ഒരു വാക്യം ഒന്നെടുത്താൽ നല്ലതാ കേട്ടോ, നല്ലതാ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ തിമോത്തിയോസിന്റെ ലേഖനം ഒന്ന് പറയാമോ, ഒന്നെടുക്കാമോ? 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് കുറിച്ചു വെച്ചോ. പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു വാക്യമാണ്. പക്ഷേ 2 തിമോത്തിയോസ് 3-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിച്ചോ. നമ്മള് ആരും ശ്രദ്ധിക്കാത്തൊരു വാക്യമാ. യന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നു. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. മോശ 80-ാമത്തെ വയസ്സിൽ ഓടിയില്ലേ, അല്ലേ? 40-ാമത്തെ വയസ്സിൽ ഓടിയില്ലേ? കൊട്ടാരത്തെ പേടിച്ച്, ഫറവോനെ പേടിച്ച്. ഞാൻ ഇങ്ങനെ പറയൂ, ഫറവോനെ പേടിച്ചല്ല ദൈവദാസനെ മോശ ഓടിയത്. ദാണ്ടി 2 പേരെ പേടിച്ച. ആരൊക്കെയാ? യന്നേസും എംബ്രേസും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പേര്? കേട്ടിട്ടില്ലേ? കുറിച്ചു വെച്ചോ. ഫറവോന്റെ കൊട്ടാരത്തിലെ കൊടിയ മന്ത്രവാദികളായിരുന്നു ഇവർ 2 പേര്. എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനെയും വിറപ്പിക്കാൻ അവർക്ക് കഴിയും. എന്തിനേറെ? മോശ ഒരു വടി നിലത്തിട്ടാൽ അത് ഒരു പാമ്പായാൽ അവർ വടിയിട്ട് 10 പാമ്പാകും. മനസ്സിലായില്ലല്ലേ? മോശ നദിയിലടിച്ച് രക്തമായാൽ അവരടിച്ചാലും രക്തമാകും. നമ്മൾ കണ്ട മാജിക് ഒക്കെ അതിനപ്പുറമൊന്നും കണ്ടിട്ടില്ല. ഒരു വടി നിലത്തിട്ട് പാമ്പാകുന്നു, അവൻ നൈൽ നദി അടിക്കുമ്പോൾ രക്തമാകുന്നു. മോശേ, എന്താണ് നിനക്ക് പോകാൻ പേടി? മോശയുടെ പരിപാടി, അയ്യോ ഫറവോൻ അല്ല പ്രശ്നം, അവിടെ പ്രശ്നക്കാരായ 2 പേരുണ്ട്. ഒന്ന് യന്നേസും പിന്നെ എംബ്രേസും. നിങ്ങൾ ചരിത്രം പഠിച്ചു വരുമ്പോൾ മിസ്രയീമിലെ ബാബിലോണിലെ കൊടിമൂത്ത മന്ത്രവാദികള് ഇവർ 2 പേര്. ഈ മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് മോശയുടെ മേൽ വ്യാപരിച്ച അഭിഷേകത്താൽ ജനത്തെ വിടുവിച്ചെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുമോ? ഒരു സന്തോഷമായിട്ടൊരു കാര്യം പറയട്ടെ. ഒരാഭിചാരക്കാരനും ഒരു മന്ത്രവാദിയും നിന്നേക്കാൾ വലുതല്ല. അതിന് അല്ലയോ മതിയാച്ച. ഒരാഭിചാരക്കാരനും ഒരു മന്ത്രവാദിയും നിങ്ങളേക്കാൾ വലിയവരല്ല.
കാരണം എന്താണെന്നറിയാമോ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്റെ ഇന്നത്തെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ലേഖനമാ. ലേഖനത്തിൽ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, പിതാക്കന്മാരെ, ബാല്യക്കാരെ. ആ ബാല്യക്കാരെന്ന് വിളിച്ചിട്ട് പറയുക, ബാല്യക്കാരെ നിങ്ങൾ ശക്തനാകയാൽ. ഞാനിത് ഫോട്ടോ വെച്ചില്ലാറ്റ പ്രസംഗിച്ചെങ്കിൽ എല്ലാം കൂടി കസേര എടുത്ത് ഇപ്പൊ നൃത്തം ചെയ്തേനെ. പാർശ്വ കണ്ടതാ അല്ലേ? നിങ്ങളെ പോലെയല്ല, തിരുവല്ലക്കാരെ പോലെയല്ല, കൊച്ചിക്കാരോട് മെസ്സേജ് പറഞ്ഞ ദൂത് കയറിയാൽ അവന്മാർ കസേര എടുത്ത് ചാടും. അത് ഇന്ന് എന്താണെന്നറിയോ? ആ വിടുതൽ ഏറ്റെടുക്കണം. അതുകൊണ്ട് പറയുക, ബാല്യക്കാരെ നീ ശക്തന. അടുത്ത പറയോ, ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. ഒരു ഹല്ലേലൂയ പറ. വചനം നിങ്ങളിൽ ചലിക്കുന്നതുകൊണ്ട് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. ഒരാമൻ ഉറക്കെന്ന് പറഞ്ഞേ. ഒരു എൻഎസും ഒരു എംബ്രസും നിനക്കെതിരെ കെട്ടിയാൽ ആ കെട്ട് നിന്റെ അടുത്ത് വരത്തില്ല. അവന്റെ സകല പാമ്പുകളെയും വിഴുങ്ങത്തക്ക ദൈവശക്തി ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. സകല എതിർപ്പുകളും ഇന്ന് പകൽ മാറാൻ പോകുക. ദുഷ്ടന്റെ എതിർപ്പുകൾ, പൈശാചിക മണ്ഡലങ്ങളുടെ എതിർപ്പുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം എടുത്തു മാറ്റുന്നു. നിങ്ങൾ ആ തിമോത്തിയോസിന്റെ ലേഖനം എടുത്തു വായിച്ചായിരുന്നോ? മോനെ ഒന്നുകൂടി ഇട്ടെ കുഞ്ഞെ, ആ വാക്യം ഒന്നുകൂടി ഇട്ടെ. അവിടെ ഒന്ന് നിൽക്കാൻ ദൈവാത്മാവിനോട് പറയുന്നു. ആ വാക്യം എങ്ങനെയാ? എൻഎസും എംബ്രസും മോശയോട് എന്ത് ചെയ്തു? എതിർത്തും നിന്നതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിലേ പെട്ടെന്നൊന്നും വിടുതൽ സംഭവിച്ചില്ല. ഒരുപാട് സമയം അവിടുത്തെ മന്ത്രവാദികളെ എൻഎസും എംബ്രസും എതിർത്തു നിന്നു. പക്ഷെ ഒറ്റ ദൂത ദൈവസഭയോട് പറയുക, എത്ര എതിർത്തു നിന്നാലും തിരുവല്ല പട്ടണത്തിൽ നടക്കത്തില്ല. കാരണം അഭിഷേകമുള്ള ഒരു ജനം ഇന്ന് പകൽ ഇതിനകത്ത് എഴുന്നേൽക്കുന്നു. ഇല്ല ദൈവമേ, നിന്നോടവൻ ജയിക്കത്തില്ല, നിന്നെ അവൻ ജയിക്കത്തില്ല. സമയമായി. അതുകൊണ്ട് അടുത്തൊരു വാക്യം കൂടി പറയാം കേട്ടോ. യെശയ്യാ 63:12. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈ ചെല്ലുമാറാക്കി. ഒന്ന്, ഡെലിവറൻസിന് വേണ്ടിയാണ് ആ ഭുജം വെളിപ്പെട്ടതെങ്കിൽ. രണ്ട്, ഡിവൈഡ് ചെയ്യേണ്ടതിന് ആ ഭുജം വെളിപ്പെട്ടു വന്നു. ആത്മാവിൽ ഞാൻ പറയാ, ആ ഭുജം നിനക്ക് വേണ്ടി അടഞ്ഞ ചില വാതിലുകൾ ഇന്ന് പക തുറക്കാൻ പോകുകയാണ്. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന, ആമേൻ പറയാൻ കഴിയുന്നവർക്ക് ഇന്നത് വെളിപ്പെട്ട് വരാൻ പോകുക. ഈ ഭുജം ചിലത് നിനക്ക് വേണ്ടി ഡിവൈഡ് ചെയ്യും. ഈ ഭുജം നിനക്ക് വേണ്ടി ചിലതിനെ വിഭാഗിക്കും. എനിക്ക് ആ ഭുജം വിഭജിച്ചു എന്ന് പറയുമ്പോൾ ഒരു വാക്യം എനിക്ക് വായിക്കാൻ ഇഷ്ടമുണ്ട്. ഒന്ന് വായിച്ചോട്ടെ. പുറപ്പാട് 15:8. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാത്തത് അത്രയും സമയം കൂടി എനിക്ക് കിട്ടാൻ വേണ്ടിയാണ്. സ്വത്രം 15:8. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഒന്നിച്ചുകൂടി പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്ക്. ആ ഭുജം നിനക്കെതിരെ വന്ന സകല പ്രവാഹങ്ങളെയും തടഞ്ഞു നിർത്താൻ പോകുക. നിനക്കെതിരെ കയറി വന്ന സകല പ്രവാഹങ്ങളും, അത് മരണമാകാം, അത് രോഗമാകാം, അത് കടഭാരമാകാം, അത് നിന്ദയാകാം, അത് പരിഹാസമാകാം, എനിക്കറിയത്തില്ല. ദൈവസഭയ്ക്കെതിരെ കയറി വന്ന സകല പ്രവാഹങ്ങളും ഇന്ന് ചിറ പോലെ നിക്കത്തക്കവണ്ണം ആഴങ്ങൾ കടലിൽ ഉള്ളിൽ ഉറച്ചുപോയി. ഒരു മെസ്സേജ് പറഞ്ഞാൽ
നിങ്ങൾ ഉറക്കെ ഒരു ആമേൻ പറയണം കേട്ടോ. ഞാനങ്ങ് പറയാൻ പോകുക. നിനക്കെതിരെ 2025 വന്ന പ്രവാഹങ്ങൾ എല്ലാം ഈ 2026 തുടരത്തില്ല. അത് ആഴത്തിൽ കല്ല് പതിഞ്ഞതുപോലെ ഉറച്ചു പോകാൻ പോകുക. അത് ഉറച്ചു പോകും. വിശ്വാസമുള്ളവർ മാത്രം അതിനോട് ചലിച്ചാൽ മതി. നിനക്കെതിരെ വന്ന പ്രവാഹങ്ങൾ, നിന്റെ കുടുംബത്തിനെതിരെ വന്ന ആ പ്രവാഹങ്ങൾ, നിന്റെ തലമുറ എനിക്കറിയില്ല എവിടെന്നൊക്കെയോ കയറി വന്ന ശത്രു കടത്തിവിട്ട ചില പ്രവാഹങ്ങൾ ഇന്ന് പകൽ ചിറ പോലെ നിൽക്കട്ടെ. അത് ചിറ പോലെ നിൽക്കട്ടെ. അത് ചിറ പോലെ. ഇന്ന് എത്രാം ദിവസം ആദിവാസനെ? 4-ാം ദിവസം. ഈ 4-ാം ദിവസം നിന്റെ പാട്ട് നിർത്തരുത്. നിന്റെ പാട്ട് അച്ഛാ ഒന്ന് പറഞ്ഞു. നിന്റെ പാട്ട് എന്ത് ചെയ്യരുത്? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറ, പാട്ട് നിർത്തരുത്. പറ പാട്ട് നിർത്തരുത്. അഭിഷേകത്തിന്റെ പാട്ട് നിർത്തരുത്. മക്കളെ പാട്ട് നിർത്തരുത്. പാട്ട് നിർത്തരുത്. എന്താന്ന് എനിക്കറിയില്ല. ആത്മാവിനോട് പറയുന്നു, നിന്റെ പാട്ട് നിർത്തരുത്. എന്താ കാര്യമെന്നറിയാമോ? നിന്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്. അവൻ പാട്ടുപാടിയാ വരുന്നേ. അവന്റെ പാട്ട് കേൾക്കണോ? ഞാൻ പിന്തുടരും, ഞാൻ എത്തിപ്പിടിക്കും, എന്റെ കൊള്ള പങ്കിടും. എന്റെ ആശ അവനാൽ പൂർത്തിയാക്കോ. ഫറവോൻ നിന്റെ പുറകെ പാട്ടുപാടി വരുമ്പോൾ ചെങ്കടൽ കടന്ന് അക്കരെ കയറി പ്രവാഹങ്ങളെ നിശ്ചലമാക്കി തപ്പെടുത്ത് മിരിയാം ആരാധിച്ചതുപോലെ ഇന്ന് മക ദൈവജനം പാടുക. നിന്റെ പാട്ട് കുറയ്ക്കരുത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിന്റെ പുറകെ വരുന്ന ഫറവോൻ പാട്ടുപാടിയാ വരുന്നത്. അവന്റെ പാട്ട് കേൾക്കണോ? ഞാൻ പിന്തുടരും, ഞാൻ എത്തിപ്പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ അവനെ പൂർത്തിയാക്കും. എന്നാൽ ഈ വെള്ളം ഉറച്ചപ്പോൾ, വെള്ളം താണുപോയപ്പോൾ, ഈയം പോലെ കട്ടി പോലെ താണുപോയപ്പോ മിരിയാം പാട്ടുപാടി, ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. മാറിയ മധുരമാക്കുന്ന ദൈവത്തിന്റെ കരുതൽ ഇന്ന് പകൽ വെളിപ്പെടുകയാ. നിന്റെ പാട്ട് നിർത്തരുത്, നിന്റെ കൈയടി നിർത്തരുത്, നിന്റെ ആരാധന നിർത്തരുത്. ഈ അഭിഷേകം ഇന്ന് പകൽ ചലിക്കട്ടെ. പാട്ട് നിർത്തരുത്. ദൈവസഭയുടെ ആരാധന കുറയ്ക്കരുത്. ദൈവസഭയുടെ കൈയടി നിർത്തരുത്. ദൈവസഭയുടെ പാട്ട് നിർത്തരുത്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷ നീതിമാന്റെ കൂടാരത്തിൽ ഉണ്ടാവട്ടെ. പാട്ട് നിർത്തരുത്. നിന്റെ കൂടാരത്തിനകത്ത് പാട്ട് നിർത്തരുത്. മക്കളെ, കൊക്കിൽ ജീവനുള്ളിടത്തോളം പാടിയേക്കണം. അഭിഷേകത്തോടെ പാടിയേക്കണം. ആത്മ നിറവോടെ പാടിയേക്കണം. ഇന്ന് പകൽ ആ കരം നിനക്ക് വേണ്ടി ഡിവൈഡ് ചെയ്യാൻ പോകുക. ആ കരം ചില ഡെലിവറൻസ് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. മൂന്ന് സമയമായതുകൊണ്ട് അങ്ങ് നിർത്തിയ 3 മന്ന തന്ന ദൈവത്തിന് ഇറച്ചി തരാൻ കഴിയുമോ? മോശയെ വിളിച്ചിട്ട് ദൈവം ചോദിച്ചു, മോശേ, എന്റെ കൈ കുറുകിപ്പോയോ? എന്റെ കൈ. അവൻ പുച്ഛം നീട്ടി ലിവ്യാഥാന്റെ തലയെ തകർത്ത് ചിറക് വെച്ച് പറന്നിറങ്ങി കൂടാരവാതിക്കൽ. എന്നോട് ദൈവം പറയുന്നു, ആ പൂച്ചം ചില വാക്തത്വങ്ങളെ പിടിച്ചുകൊണ്ടുവരും. ആ പൂച്ചം ചില വാക്തത്വങ്ങൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്തും. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് ആ പൂച്ചം ഇന്ന് പകൽ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. കൈയടി നിർത്തരുത്, ആരാധന നിർത്തരുത്, അഭിഷേകം നിർത്തരുത്. ആമേൻ. ഒന്നുകൂടി പറ, ആമേൻ. യഹോവയുടെ പൂച്ച ചില ഡെലിവറി
അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. യഹോവയുടെ പൂച്ച ഡെലിവറി ചെയ്യാൻ പോകുന്നു. യഹോവയുടെ പൂച്ച എനിക്ക് നിനക്ക് വേണ്ടി ഒരു പ്രോമിസ് ചെയ്യുകയാണ്. ചില വാഗ്ദത്തങ്ങൾ ഇന്ന് ദൈവം കൊണ്ടുവരാൻ പോകുക. കരമടിച്ചൊന്ന് ആരാധിച്ച്, ആത്മനിറവിലൊന്ന് ആരാധിച്ച്, കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് അന്യ ഭാഷകളിൽ നൃത്തം ചെയ്ത് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ആ പൂച്ച നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ആ പൂച്ച നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ആ പൂച്ച നിങ്ങളുടെ തലമുറ വെളിപ്പെട്ട് വരട്ടെ. ആ പൂച്ച ഈ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഈ പാടുന്ന, ഈ ആരാധിക്കുന്ന, ഈ വർഷിപ്പ് ടീമിന്റെ മേൽ ആ പൂച്ച വെളിപ്പെടട്ടെ. അഭിഷേകം കൂടെ കൊല്ലുന്ന മരണത്തിൽ ഘോരതരാ വിഷമല്ലു തകർന്നതാമിയാ. കൊല്ലുന്ന മരണത്തിൽ ഘോരതരാ വിഷമല്ലു തകർന്നതാമിയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു യതു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു യതു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കും നായതിന ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലെ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മണ്ണിലെ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണിലോ വീട്ടിച്ചെത്തുന്ന നാടുകളിൽ ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയാ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാൽ, യേശുവിൻ നാമം രക്ഷയാൽ, യേശുവിൻ നാമം ശക്തിയാൽ, യേശുവിന്റെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാൽ, യേശുവിൻ നാമം രക്ഷയാൽ, യേശുവിൻ നാമം ശക്തിയാൽ, യേശുവിന്റെ വീണ്ടെടുത്തു.